السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, ഈ പ്രോഗ്രാമിൻ്റെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് ഈയൊരു സായാഹ്നത്തിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിൻ്റെ പരലോകത്ത് സമാധാനത്തോടെ നമുക്ക് എണീറ്റ് നിന്ന് കണക്ക് പറയാൻ പറ്റിയ ഒരു മഹനീയമായ മജ്ലിസിൽ സന്നിഹിതരാകാനുള്ള മഹത്തായ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നാം വിദ്യ നുകരുന്നതും നമ്മുടെ മക്കളെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നാം വിദ്യാഭ്യാസം പകർന്ന് അവരുടെ ഉന്നതിക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നതും. വീടും കുടുംബവും സമ്പത്തും ഭൗതിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നേരം വെളുത്ത് വൈകുന്നേരം വരെ നാം കഠിനാധ്വാനം ചെയ്യുന്നതും സമാധാനത്തോടുകൂടെയുള്ള നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ നമ്മൾ വ്യഗ്രത കാണിച്ച് ആ രംഗത്ത് മുന്നോട്ട് പോകുന്നതും. എന്നാൽ ഇതെല്ലാം ബോധ്യപ്പെട്ട ആളുകൾക്ക്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക്, ഭൗതികമായ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ദീർഘദൂരം യാത്ര ചെയ്ത് നിരവധി സമയം കാത്തുകെട്ടിക്കിടന്ന് തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങൾക്കുള്ള അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളുകൾക്ക് എത്ര പേർക്കറിയാം
ദീൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണ് എന്ന കാര്യം സമ്പത്തിനേക്കാളും ഭൗതിക സജ്ജീകരണങ്ങളെക്കാളും നാം വലിയ കാര്യങ്ങളായി സ്റ്റാറ്റസ് സിംബലുകളായി കാണുന്ന നിരവധി വിഷയങ്ങളെക്കാളും ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മതബോധം എന്ന് പറയുന്നത്. സൃഷ്ടിച്ച സൃഷ്ടാവിന് വഴിപ്പെട്ട് ജീവിക്കുന്നതിലൂടെ പരലോകത്ത് സ്വർഗം ലഭിക്കുക മാത്രമല്ല, മറിച്ച് നമുക്ക് ജീവിക്കാനുള്ള 3 ലോകത്തും, ഈ ദുനിയാവിലും നാളെ ഖബറിലും പരലോകത്തും നമുക്കതിൻ്റെ ബറക്കത്തും റഹ്മത്തും അതിൻ്റെ ഗുണവും അനുഭവിക്കാൻ സാധിക്കുമെന്ന സത്യം എത്ര പേർ മനസ്സിലാക്കിയോ അവർക്ക് ദീനിൻ്റെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ ഒരു വൈമനസ്യമോ ഒരു പ്രയാസമോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുടെ തുടക്കം മതം എത്രത്തോളം ആവശ്യമാണ് എന്നത് സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എൻ്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അവലംബമാകുന്നു എൻ്റെ ദീന്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മൾ എവിടെയെല്ലാം ഇടപെടുന്നുണ്ടോ, നമുക്കെന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, നമ്മുടെ മതപരമായ, നമ്മുടെ ഭൗതികമായ, നമ്മുടെ മാനസികമായ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ കുടുംബപരമായ, നമ്മുടെ സാമൂഹികമായ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ, നാം എത്ര കാലം ഇവിടെയും മരണത്തിനപ്പുറത്തും ജീവിക്കുന്നുണ്ടോ, അവിടങ്ങളിലെല്ലാം ഏറ്റവും അനിവാര്യമായ ഘടകമാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭൗതിക ലോകം നന്നാക്കി തരണമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിഹ് ലി ദീനി, എൻ്റെ മതത്തെ നീ നന്നാക്കി തരണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. സഹോദരന്മാരെ, ബദറിലേക്ക് പുറപ്പെട്ട വിശ്വാസികൾ അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അവരുടെ സംഘശക്തി എത്രത്തോളമായിരുന്നു? അവരുടെ ഭൗതിക സജ്ജീകരണങ്ങളുടെ പരിമിതി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ബദറിൽ ചെന്നിറങ്ങിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥന, അല്ലാഹുവേ, എൻ്റെ സഹാബത്ത് അവർ ചെരുപ്പില്ലാത്തവരാണ്, അവരെ നീ ഏറ്റെടുക്കണം പടച്ച റബ്ബേ. അല്ലാഹുവേ, അവർ വസ്ത്രമില്ലാത്തവരാണ്, അവർക്ക് നീ വസ്ത്രമണിയിപ്പിക്കണം റബ്ബേ. അല്ലാഹുമ്മ അത്ഇംഹും ഫഇന്നഹും ജിയാ. അല്ലാഹുവേ, വിശപ്പുള്ളവരായിക്കൊണ്ടാണ്, വയറൊട്ടിയവരായിക്കൊണ്ടാണ് ബദറിലേക്ക് അവർ പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ, നീ അവർക്ക് ഉപജീവനം നൽകണമേ. അത്ഇംഹും, നീ അവർക്ക് ഭക്ഷണം നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആയുധം കൊണ്ടും സംഘശക്തി കൊണ്ടും സന്നാഹം കൊണ്ടും ആസൂത്രണ പാഠവങ്ങൾ കൊണ്ടും യുദ്ധരംഗത്തുള്ള മികവുകൾ കൊണ്ടും എല്ലാം കൊണ്ടും അധികാരം കൊണ്ടുമൊക്കെ ശക്തി തെളിയിച്ചവരായിരുന്നു മറുപക്ഷത്തുള്ളവർ. വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് അഹങ്കാരപ്പട എന്നായിരുന്നു. അഹങ്കരിക്കാൻ മാത്രമുള്ള എല്ലാവിധ കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ആർഭാടത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ വിജയം ഞങ്ങൾ കൊയ്തെടുത്ത് തിരിച്ചു പോകുമെന്ന ആ നിശ്ചയദാർഢ്യത്തോടുകൂടെ 3 ഇരട്ടി വരുന്ന സന്നാഹം അപ്പുറത്ത് തമ്പടിക്കുമ്പോൾ വിജയമാർക്കായിരുന്നു എന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു റമദാനിന്റെ സുദിനത്തിൽ ബദർ എന്ന ചരിത്രപ്രസിദ്ധമായ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പക്ഷത്ത് വിജയമുണ്ടാകാനുള്ള സബബ് എന്തായിരുന്നു? അവരുടെ കായിക ശക്തിയല്ല, അവരുടെ ആസൂത്രണ പാഠവുമല്ല, അവരുടെ കയ്യിലുള്ള പരിമിതമായ ആയുധങ്ങളല്ല, മറിച്ച് അവരുടെ ദീനും അവരുടെ വിശ്വാസവും അവരുടെ അർപ്പണ മനസ്സും അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചെറുമ്പിട്ടിറങ്ങിയ ഒരു പറ്റം യുവാക്കളുടെ ആ പരിശ്രമത്തെ വിജയിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ആവശ്യമാണ്. ഫിർഔൻ അധികാരമുണ്ടായിരുന്നു, സന്നാഹമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. ഒരാളും നിരപരാധികളായി ജനിച്ചു വീഴുന്ന പിഞ്ചു പൈതങ്ങളെ കൊന്നു തള്ളിയിട്ട് ഒരാളും അരുതേ എന്ന് പോലും പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനുമില്ലാത്ത കാലത്ത് സ്വേച്ഛാധിപതിയായി ഭരണം നടത്തിയ ഫിർഔൻ, അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലേ? ഈ നദി ഒഴുകുന്നത് എന്റെ താഴ്ഭാഗത്തുകൂടെയല്ലേ? ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഇലാഹാണ്, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ. അലക്കി റബ്ബുൻ ഗൈരി, നിനക്ക് ഞാനല്ലാതെ ഒരു റബ്ബോ എന്ന് തന്റെ വീട്ടിലെ വൃദ്ധിയായ മാഷിത്ത എന്ന പെണ്ണ് അള്ളാഹുൽ വിശ്വസിച്ചപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് ഫിർഔൻ ചോദിക്കാൻ മാത്രം, ഇന്നഹു തുഗ, അതിക്രമകാരിയായിരിക്കുന്നു അവൻ,
അള്ളാഹിന്റെ മുമ്പിൽ അതിക്രമകാരിയായിരിക്കുന്നു. തന്റെ പ്രജകളെ അടിച്ചമർത്തിയും പീഡിപ്പിച്ചും വേദനിപ്പിച്ചും കഷ്ടത്തിലാഴ്ത്തിയും മനുഷ്യ ജീവന് വില കൊടുക്കാതെ അധികാരത്തിന്റെ തണ്ടുപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് ഭരിച്ചു കൊണ്ടു നടന്ന ഫിർഔൻ പേടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചരിത്രത്തിന്റെ അവസാനം നാം എന്താണ് കാണുന്നത്? ചെങ്കടലിന്റെ ആഴിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഫിർഔൻ ആർത്ത് വിളിച്ച് കരയുകയാണ്. ബനു ഇസ്രായേൽ വിശ്വസിച്ച റബ്ബിലിതാ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഫിർഔൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം, അൽ ആൻ, ഇപ്പോഴാണോ നീ മാറാൻ തീരുമാനിച്ചത്? ഇപ്പോഴാണോ നീ മാറുന്നത് എന്നാണ് ഫിർഔനിനോട് അള്ളാഹുവിന്റെ ചോദ്യം. എന്തേ സംഭവിച്ചത്? എല്ലാവിധ സജ്ജീകരണങ്ങളും സെറ്റപ്പും ഉണ്ടായിരുന്നു. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറോവയും കിങ്കരന്മാരും. ഫിർഔനിന്റെ സന്നാഹത്തെ കണ്ട്, മുന്നിലെ കടല് കണ്ട്, ഇനി എന്താണ് രക്ഷാമാർഗമെന്നറിയാതെ അങ്കലാപ്പിലായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ പറയുകയാണ്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വിശ്വാസികൾ പറയാം, മൂസ നമ്മളിപ്പോൾ പിടിക്കപ്പെടും മൂസ, ഇനി എന്ത് ചെയ്യും? ഒട്ടും ഭയക്കാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി, കല്ലാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഫിർഔൻ വന്ന് നമ്മളെ വെട്ടി നുറുക്കും, അല്ലെങ്കിൽ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെങ്കടലിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ മുങ്ങി മരിക്കും, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല, കല്ലാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സംഭവിക്കുന്നത്. ഹഖൻ, യാഥാർത്ഥ്യമായി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും എന്നാണ്. എങ്ങനെ അല്ലാഹു വഴി കാണിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, അനിദ്രിബ് ബിഅസാകൽ ബഹർ, സമുദ്രത്തിൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു. ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബസാ, കയ്യിലെ വടി കൊണ്ട് ചെങ്കടലിൽ അടിച്ചോളൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിൽ അടിച്ചു. സദാസമയം വെള്ളം കെട്ടി നിന്ന സമുദ്രത്തിൽ അല്ലാഹു ഉണങ്ങിയ വഴിയുണ്ടാക്കി. തരീഖൻ യബസാ, ഉണങ്ങിയ വഴിയുണ്ടാക്കി. ലതഖാഫു ദറകൻ വലാ തഖ്ശാ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഫിർഔൻ നിങ്ങളെ വന്ന് പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. അതല്ല തഖാഫു ദറക എന്ന് പറഞ്ഞാൽ ഫിർഔൻ നിങ്ങളെ വന്ന് പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. പിന്നെയോ സമുദ്രമാണ്, രണ്ട് ഭാഗത്തും വലിയ മതിൽക്കെട്ട് കണക്കെ വെള്ളം നിൽക്കുകയാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ വെള്ളമെങ്ങാനും കൂടിച്ചേർന്ന് നമ്മൾ മുങ്ങി മരിക്കുമോ? അത് നിങ്ങൾ പേടിക്കണ്ട. ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ, രണ്ടും നിങ്ങൾ പേടിക്കണ്ട. ഫിർഔൻ നിങ്ങളെ പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മുങ്ങി മരിക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ധൈര്യമായിട്ട് പ്രവേശിച്ചോളൂ. അവർ ധൈര്യമായിട്ട് പോയി. ബനു ഇസ്രായേൽ ചെങ്കടലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്ത വഴിയിലൂടെ രക്ഷപ്പെട്ടു. ഇത് കണ്ട് ഫിർഔനും സംഘവും അവരുടെ പിന്നാലെ കൂടി. ഫിർഔൻ അവന്റെ ജനതയും കൊണ്ട് ആ ചെങ്കടലിൽ ഉണ്ടായ വഴിയിലൂടെ അവരുടെ പിന്നാലെ കൂടി. ഫഅത്ബഅഹും ഫിർഔനു ബിജുനൂദി ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. ഫഅത്ബഅഹും ഫിർഔനു, ഫിർഔൻ ഇവർ പോകുന്ന വഴി കണ്ടിട്ട് കൊള്ളാലോ, നല്ലൊരു വഴി ഇവിടെ രൂപപ്പെട്ടു, ഇനി ഇതിലൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ പിടിച്ചിട്ട് അവരെ എല്ലാവരെയും കൊന്നൊടുക്കാന്ന് വിചാരിച്ച് മൂസയുടെയും അനുയായികളുടെയും പിന്നാലെ കൂടി. ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും, ഫിർഔനിനെയും ഫിർഔനിന്റെ കിങ്കരന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മുക്കി നശിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാം ഉണ്ടായിട്ടും ഫിർഔൻ നശിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സഹായവും കൊടുത്തു. എന്തേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലെ വിശ്വാസം, അവിടുത്തെ ദീനീബോധം. മുൻകഴിഞ്ഞു പോയ ഒരുപാട് ജനതയുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. അസ്ഹാബുൽ കഹ്ഫ് കൊട്ടാരത്തിലെ മന്ത്രിമാരുടെ മക്കളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ തങ്ങളുടെ നാട് വിട്ടു. എന്തിനാ നാട് വിട്ടത്? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്.
ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഞങ്ങളുടെ സൃഷ്ടാവെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ജീവിക്കാൻ അവർക്ക് സാധ്യമായില്ല അവിടെ. അങ്ങനെ അവർ നാട് വിട്ടു, ഗുഹയിൽ അഭയം പ്രാപിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് നീ ഇറക്കി തരണമേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഒരു പോംവഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. 309 കൊല്ലം ഉറക്കിക്കിടത്തി അവരെ അള്ളാഹ് സംരക്ഷിച്ചു. അതുവരെ അവരെ എതിർത്ത ജനത, എതിർത്ത രാജാവ്, അതെല്ലാം മാറി എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരവസ്ഥ, തീർത്തും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു ഇറക്കിക്കൊടുക്കുന്നൊരു സാഹചര്യമാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദീന് എന്ന് പറയുന്നത് നമ്മുടെ പരലോകത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ സഹായം, രക്ഷ, അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷം ഇതെല്ലാം ഉണ്ടാകുന്നത് പടച്ച റബ്ബിൻ്റെ ദീന് പാലിച്ച് ജീവിക്കുന്ന വിശ്വാസികൾക്കാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, എന്നിൽ തഖ്വ പാലിക്കുന്നവർക്ക് ഞാൻ സ്പെഷ്യൽ കരുണ ചെയ്യും. അല്ലാഹ് എല്ലാവരുടെയും കൂടെയുണ്ട്. പക്ഷെ വിശ്വാസികൾക്ക് പ്രത്യേക കാവലും തുണയും നൽകി വിശ്വാസികളെ സംരക്ഷിച്ച് വിശ്വാസികളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു ദീനുള്ളവരെ, വിശ്വാസികളെ രക്ഷപ്പെടുത്തും. ഏത് കാര്യവും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും യഥേഷ്ടം ബർക്കത്തിറക്കി കൊടുക്കാൻ കാരണമാകുന്നത് ദീനാണ്. ദീനാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയാ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി ചെയ്ത തെറ്റിന് പാപമോചനം തേടി നന്നായിക്കോളി. കാരണം അല്ലാഹ് അങ്ങേറ്റം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തുനിന്ന് സമൃദ്ധമായി അല്ലാഹു നിങ്ങൾക്ക് വേണ്ടത് ഇറക്കിത്തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു നിങ്ങളുടെ തോട്ടത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ കൃഷിയിലും നിങ്ങളുടെ സമ്പത്തിലുമൊക്കെ അഭിവൃദ്ധി നൽകും. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, ദീനുണ്ടാകണം. എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമെന്നാണ്. വമൻ യത്തഖില്ലാഹ്, ആരെങ്കിലും പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവർക്കൊരു പോംവഴി കാണിച്ചു കൊടുക്കും. ഏത് പ്രശ്നത്തിനും അല്ലാഹു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അല്ലാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കും. എല്ലാറ്റിനും സബബായിട്ട് പറയുന്നത് ദീനാണ്. ആ ദീന് പൊലിഞ്ഞു പോയാൽ സഹോദരന്മാരെ ജീവിതം കുടുസമാകും. ഇവിടെ മാത്രമല്ല, ഇവിടെ പ്രയാസമാകും, ഖബറിൽ പ്രയാസമാകും, പരലോകത്ത് പ്രയാസമാകും. അതാ ഞാൻ ഓതി വെച്ച ആയത്ത്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ അവഗണിച്ച് ജീവിച്ചാൽ അവന് കുടുസായ ജീവിതമുണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ കുടുസമാകും. ഫഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനയസ്സിറുഹു ലിൽ ഉസ്റാ, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ, വിശ്വാസത്തിൽ ആർക്കെങ്കിലും കളങ്കം സംഭവിച്ചാൽ, ആരെങ്കിലും സ്വയം പര്യാപ്തത നടിച്ച് അഹങ്കാരിയായി ജീവിച്ചാൽ അവന് പ്രയാസത്തിലേക്ക് നാം എളുപ്പം കൊടുക്കും. എന്നാൽ തഖ്വയുള്ളവനായി കൊടുക്കാൻ സാധിക്കുന്നതൊക്കെ കൊടുത്ത് വിശ്വാസം ശരിപ്പെടുത്തി മുന്നോട്ട് പോയാലോ, ഫസനു യസ്സിറുഹു ലിൽ യുസ്റ, അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എളുപ്പമാക്കി കൊടുക്കും. ഖുർആൻ എത്ര കൃത്യമായിട്ട് പറഞ്ഞറിയോ, ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാളന്മാർ, അതാണ് അബ്റാർ, പുണ്യവാളന്മാർ സുഖാനുഗ്രഹത്തിലാണ്. ഈ സുഖാനുഗ്രഹം എവിടെയാണ്? ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയാണ്, നഈമുൻ ഫിദ് ദുനിയാ, ദുനിയാവിൽ അവർക്ക് സൗഭാഗ്യം, വനഈമുൻ ഫിൽ ബർസഖി, ഖബറിൽ അവർക്ക് സുഖാനുഗ്രഹം, വനഈമുൻ ഫീ ദാരിൽ ഖറാർ, പരലോകത്തും അവർക്ക് സൗഭാഗ്യകരമായ, സംതൃപ്തകരമായ, ആനന്ദകരമായ, അനുഗ്രഹീതമായൊരു ജീവിതം. ആർക്കാണ്? അബ്റാറുകൾക്ക്, വിശ്വാസികൾക്ക്, പുണ്യവാളന്മാർക്ക്.
അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അലകും പിടിയും തീരുമാനിക്കുന്നത് നമ്മുടെ ദീനാണ്. ഖുർആൻ പറയാണ്, മാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫൂ അൻ കസീർ. നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല. ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലല്ലാതെ. നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മുസീബത്ത്. വയഅഫൂ അൻ കസീർ, അല്ലാഹ് ധാരാളം പുറത്തു തരും. എന്നാലും ചില ആളുകളെ പാപത്തിന്റെ കാരണത്താൽ അള്ളാഹു പിടികൂടും. സമൂദ് ജനതയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഫകദ്ദബൂഹു ഫഅഖറൂഹാ, തെറ്റി പോറ്റണമെന്ന് പറഞ്ഞ ഒട്ടകത്തെ അവർ അറുത്തു. അള്ളാന്റെ കൽപ്പനയെ അവർ നിരാകരിച്ചു. ഫകദ്ദബൂ ഫഅഖറൂഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. അപ്പോൾ അള്ളാന്റെ ശിക്ഷ അവരുടെ മേലിറങ്ങി. അള്ളാന്റെ ശിക്ഷ അവരുടെ മേലിറങ്ങി. എന്തേ? അവർ അള്ളാനെ കളവാക്കി, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ചു. ഫഅമ്മാമൻ തുഗാ, ആരെങ്കിലും തുകയാൻ അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ചാൽ, നിയമങ്ങൾ അതിർലംഘിച്ച് ജീവിച്ചാൽ, ദുനിയാവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഖിറത്തിനെ അവഗണിച്ചാൽ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അവർക്ക് നരകമാണ്, അവർക്ക് നരകമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം, നമ്മുടെ മക്കള്, നമ്മുടെ ആസ്തി, നമ്മുടെ സ്വാധീനം, നമ്മുടെ പവർ, ഇതൊക്കെ വളരെ പരിമിതമാണ്. മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന എന്താ? സ്വത്താണോ? എത്ര പേര് കൊണ്ടുപോയി? മക്കളാണോ? എത്ര പേര് കൊണ്ടുപോയി? ഇല്ലല്ലോ. റസൂൽ പറയാണ്, മരിക്കുന്ന മനുഷ്യൻ 3 കാര്യങ്ങൾ കൊണ്ടുപോകും. മയ്യത്തിന് 3 കാര്യങ്ങൾ അനുഗമിക്കും. 2 കാര്യം മടങ്ങിപ്പോരും. അത് അവന്റെ കുടുംബമാണ്, സമ്പത്താണ്. അവന്റെ കർമ്മങ്ങൾ, അവന്റെ ദീന് മാത്രം അവിടെ കിടക്കും. അവൻ എന്താണോ പ്രവർത്തിച്ചത് അത് അവിടെ ഉണ്ടാവും. ബാക്കി അവന്റെ കുടുംബം, അവന്റെ സമ്പത്തും, അവന്റെ സ്വാധീനം, അവന്റെ സ്ഥാനമാനവും, അവന്റെ യോഗ്യതകളും എല്ലാം ഇങ്ങ് തിരിച്ചു പോരും. പിന്നെ ആ ഖബറിൽ സുഖം ലഭിക്കണോ? നാട്ടിൽ പൈസ ഉണ്ടായിട്ട് കാര്യമല്ല, നല്ല രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ട് കാര്യമല്ല, നമ്മുടെ വീട് നല്ല വീടായിട്ട് കാര്യമല്ല, നമ്മൾ വല്ല അറിയപ്പെട്ട ഒരു നല്ല ഫെയിമായിട്ട് കാര്യമല്ല. മറിച്ച് നമുക്ക് ദീനുണ്ടോ? അതാണ്. ദീനുണ്ടെങ്കിൽ നമ്മുടെ ഖബർ വിശാലമാകും. സ്വർഗത്തിൽ നിന്ന് ഡോറ് തുറക്കപ്പെടും. ഖബറിലെ ഉടയാടകൾ ധരിപ്പിക്കപ്പെടും. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ഖബറിടെ മുഴുവൻ വിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിനെ കണ്ണെത്താ ദൂരം വിശാലമാക്കാൻ വേണ്ടി കൽപ്പിക്കും. സ്വർഗത്തിൽ നിന്നൊരു ഡോറ് ഖബറിലേക്ക് തുറന്നു വെക്കും. അതിലൂടെ പിന്നീട് സ്വർഗത്തിന്റെ പരിമളവും സുഗന്ധവും പ്രകാശവും എല്ലാം നിരന്തരമായി ലഭിക്കുന്ന നല്ല ഒരു അനുഗ്രഹീതമായ ഗേഹമായിട്ട് സത്യത്തിൽ അവൻ്റെ ഖബർ മാറും. ദുനിയാവിനേക്കാൾ ഏറ്റവും സൂപ്പർ ഫെസിലിറ്റി ആയിരിക്കും ഒരു വിശ്വാസിയുടെ ഖബർ. അതുകൊണ്ട് തന്നെ അവനോട് പറയുന്ന വാക്കെന്താ? നം കനൗമതിലാറൂസ്, മണവാളൻ ഉറങ്ങുന്നത് പോലെ മനസ്സും ശരീരവും ഒരുപോലെ കുളിർമ അനുഭവിച്ച് ആസ്വദിച്ച് സുഖിച്ച് നീ ഇവിടെ കഴിഞ്ഞോ? അവൻ പറയണ എന്താ? അല്ലാഹുവേ, വേഗത്തിൽ നീ പരലോകം ഉണ്ടാക്ക് പടച്ചോനേ. കാരണം സ്വർഗവും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, സ്വർഗത്തിന്റെ സുഗന്ധം വന്നുകൊണ്ടേയിരിക്കുകയാണ്, സ്വർഗത്തിലെ ഉടയാട ധരിപ്പിച്ചിരിക്കുകയാണ്, സ്വർഗത്തിലെ വിരിപ്പ് വിരിച്ചിരിക്കുകയാണ്, സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സൽക്കർമ്മങ്ങൾ ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ ഖബറിൽ ഹാജരായിരിക്കുകയാണ്. എന്താ കാരണം? ദീനാണ്, വേറൊന്നുമല്ല. ദീനാണ്. ദീൻ നഷ്ടപ്പെട്ടാലോ? നിസ്കരിക്കാതെ കിടന്നുറങ്ങി നീണ്ടു നീർന്ന് കിടക്കുന്നൊരു മനുഷ്യൻ, തലഭാഗത്ത് വലിയ പാറക്കല്ലുമായിട്ട് മലക്കുകൾ നിൽക്കുന്നു. ആ പാറക്കല്ല് ഇയാളുടെ തലയിലിട്ട് ചതച്ചരക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ മനുഷ്യൻ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, കാന യഅഖുദുൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവനായിരുന്നു. വയർഫദുഹു, ആ ഖുർആനിനെ അവൻ അവഗണിച്ചു. വയനാമു അൻ സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്തോ ഊർക്കം വലിച്ചു ഉറങ്ങി. അതുകൊണ്ട് അവന് ഖബറിലെ ശിക്ഷ. എന്ത്? നിസ്കാരം. ദീന് നഷ്ടപ്പെടുന്നു. ദീനിന്റെ ചിഹ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഖബറിൽ കിടക്കാൻ കഴിയണില്ല. കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറും, പലിശ തിന്നവൻ രക്തപ്പുഴയിൽ നീന്തും, വ്യഭിചാരിയായ സ്ത്രീ പുരുഷന്മാർ അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ചെമ്പിനകത്ത് തീയിൽ കിടന്നിട്ട് വെന്തെരിയും.
ഖബറിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത് എന്താ? ദീനില്ലായ്മയാണ്. ദുനിയാവിലെ ജീവിതം ദുഷ്കരമായതെന്താ? ദീനില്ലായ്മയാണ്. ഒരുത്തൻ്റെ ലഹരി ഉപയോഗം, ഒരുത്തൻ്റെ അവിഹിതം, ഒരുത്തൻ്റെ അനാശാസ്യം, ഒരുത്തൻ്റെ ജീവിതത്തിലെ ശ്രദ്ധയില്ലായ്മ, എന്തെല്ലാം വിപത്തുകളാണ് നാട്ടിലുണ്ടാക്കുന്നത്. ഇപ്പൊ ദുനിയാവിൽ ദുരന്തത്തിന് കാരണം ദീനില്ലായ്മ, ഖബറിലെ ദുരന്തത്തിന് കാരണം ദീനില്ലായ്മ. ഇനി പരലോകത്തോ? അതാണല്ലോ ഒരിക്കലും അന്ത്യമില്ലാത്ത ലോകം, മരണമില്ലാത്ത ലോകം, മരിക്കുന്ന ലോകം, മരണം മരിക്കുന്ന ലോകം. അതാണ് യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരെ, ലാ മൗത്ത്, ഇനി മരണമില്ല. യാ അഹ്ലന്നാർ ലാ മൗത്ത്, ഇനി മരണമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ലോകം. അവിടെ മുഖപ്രസന്നതയോടെ വരും ചില ആളുകൾ. ആരാണത്? വജൂഹു യൗമഇദിൻ നാഇമ ലിസഇഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ. വജൂഹു യൗമഇദിൻ നാഇമ, അന്ന് ചില മുഖങ്ങൾ അനുഗ്രഹീതമായ മുഖങ്ങളായിരിക്കും, പ്രസന്നമായിരിക്കും. വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, റബ്ബിലേക്ക് ദൃഷ്ടി തിരിച്ചു വെച്ചുകൊണ്ട് റബ്ബിന്റെ മുഖത്ത് നോക്കി ആനന്ദിച്ചുല്ലസിച്ച് മുഖപ്രസന്നതയോടെ ജീവിക്കുന്ന ആൾക്കാർ. മുഖം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും അത്രയും ഹാപ്പിയാണെന്ന് അർത്ഥം. എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുന്ന മഹ്ശറിൽ ധൈര്യത്തോടെ നിൽക്കുന്നത് വിശ്വാസികൾ പ്രകാശമുള്ള മുഖമായിക്കൊണ്ട്, പ്രകാശമുള്ള മുഖമായിക്കൊണ്ട് ഹിസാബിനെ ധൈര്യസമേതം അഭിമാനത്തോടെ നേരിടാൻ. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി, വലത്തേ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവൻ, ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, ഇതാ എൻ്റെ കിതാബ് വായിച്ചു നോക്കി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നവൻ. എന്തേ? ഇന്നി ളുനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഭൂമിയിൽ ജീവിച്ചപ്പോൾ എനിക്ക് ബോധമുണ്ടായിരുന്നു ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറത്തൊരു പരലോകമുണ്ട്, അത് ബോധ്യപ്പെട്ട ഞാൻ ജീവിച്ചത്. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവന്റെ വിചാരണ എളുപ്പമായിരിക്കും. സബഅതു യുളില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, 7 വിഭാഗത്തിന് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കൊടുക്കും. എവിടെ? തണലില്ലാത്ത പരലോകത്ത്. ആർക്കാ? നല്ല തറവാടി, നല്ല വിദ്യാഭ്യാസ യോഗ്യത, നല്ല രാഷ്ട്രീയ സ്വാധീനം, നല്ല ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തി, ഇതൊക്കെയാണോ? അല്ല, ദീനാണ്. ദീനാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, തങ്ങളുടെ ചങ്ക് ബ്രോസ് പറയണതിനനുസരിച്ച് എല്ലാ തോന്നിയാസും ചെയ്തു കൊടുക്കണോനല്ല. കള്ളുകുടിക്കുന്ന, വ്യഭിചരിക്കുന്ന രൂപഭാവങ്ങളിൽ അവർക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണോനല്ല. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, പടച്ച റബ്ബിന് ആരാധന നിർവഹിച്ചുകൊണ്ട് ജീവിച്ച യുവാവ്. അതിലൊന്നാ എന്താണ്? ദീനാണ്. വറജുലുൻ ദക്കറല്ലാഹ് ഖാലിയൻ ഫഫാദത് ഐനാ, ദുനിയാവിനെ ഓർത്ത് എല്ലാവരും കണ്ണീരൊഴിക്കേണ്ട, സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട ഒക്കെ ഉണ്ട്. പക്ഷേ ഇവൻ എന്താണ് ചെയ്തറിയോ? അവൻ ഒഴിഞ്ഞിരുന്ന് അള്ളാനെ ഓർത്ത് കണ്ണുകൾ നിറക്കുക. ഇവർക്കൊക്കെ അർശിന്റെ തണല് ദീന് പാലിച്ചവർക്കാണ്, ദീനിന്റെ ചിഹ്നങ്ങൾ പാലിച്ചവർക്കാണ്. ദുനിയാവ് താൽക്കാലികമാണെന്ന് തിരിച്ചറിഞ്ഞ് ആഖിറത്തിന് വേണ്ടി ദീനനുസരിച്ച് മുന്നോട്ട് പോയവർക്കാണ് പരലോകത്ത് വിജയം, വിചാരണ എളുപ്പമാകുന്നത്, അല്ലാഹ് അഭിമാനം സംരക്ഷിക്കുന്നത്, സിറാത്തിലൂടെ അതിവേഗതയിൽ കുതിക്കുന്നത്, അവസാനം സ്വർഗത്തിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ആ ഭാഗ്യവാന്മാർ അവരാരാണ്? അള്ളാഹിന്റെ അടുക്കൽ മാന്യന്മാരായി വന്നവരാണ്, ദീനുള്ളവരായി വന്നവരാണ്. ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമാ, ആരെങ്കിലും റബ്ബിന്റെ മുമ്പിൽ പാപിയായി വന്നാൽ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവർക്ക് നരകമാണ്, ജീവിതവും മരണവും ഇല്ലാത്ത നരകമാണ് അവർക്കുള്ളത്. ആർക്ക്? ദുനിയാവിൽ പാപങ്ങൾ ചെയ്ത് ദീന് കൈയൊഴിച്ച് തോന്നിയ പോലെ ജീവിച്ചവന് പരലോകത്ത് ജീവിതവും മരണവും ഇല്ലാത്ത നിത്യ ദുരന്തത്തിന്റെ നരകം. അടുത്തായത്തെന്താ? വമൻ യഅതി മുഅ്മിന, ആരെങ്കിലും ഈമാനുള്ളവരായി കൊണ്ടുവന്നാൽ ഖദ് അമില സ്സാലിഹാത്ത് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, ഈമാൻ ശരിയാക്കി സുഹൃതങ്ങൾ പ്രവർത്തിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ എണീറ്റ് നിന്നാൽ
അവന് ഉന്നതമായ പദവികളുണ്ട്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്കാ. താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകൾ, ജന്നാത്തു അദ്നിൻ, ഒരിക്കലും നിലച്ചു പോകാത്ത നിത്യമായ സ്വർഗത്തിന്റെ നിരവധി തോട്ടങ്ങളിലാണവർ, അനുഗ്രഹത്തിലാണവർ. അതുകൊണ്ട് കണ്ണിനെ റാഞ്ചി എടുക്കുന്ന അവിഹിത കാഴ്ചകൾ കണ്ണിൽ പതിയുമ്പോൾ ഓർക്കണം, ഇതിനേക്കാൾ നല്ല കാഴ്ചകൾ റബ്ബിന്റെ അടുക്കലുണ്ട്. നമ്മെ മാടി വിളിക്കുന്ന ഹറാമുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ ഓർക്കണം, ഇത് ഭൗതികമായ ദുനിയാവിന്റെ നശ്വരതയാണ്, സീനത്താണ്, താൽക്കാലികതയാണ്, ഇത് വലിയ നഷ്ടമാണ്. ഇതിൽ വീണുപോയാൽ എനിക്ക് സംഭവിക്കുന്നത്, ആ നഷ്ടം എന്താണ്? എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? സ്വർഗമാണ്, നിത്യമായ സ്വർഗം. ജന്നാത്തു അദ്ൻ എന്ന് പറഞ്ഞാൽ നിത്യമായ സ്വർഗം. അവിടെ കിട്ടിയ ഒന്നും നഷ്ടപ്പെടാനില്ല. ആരോഗ്യം, സൗന്ദര്യം, അവിടെ കിട്ടുന്ന വിഭവങ്ങൾ, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊന്നും നഷ്ടപ്പെടാനില്ല. ഒരിക്കലും നിലച്ചു പോകാത്ത, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ഒരിക്കലും മുറിഞ്ഞു പോവില്ല, ഒരിക്കലും തടസ്സപ്പെടുകയുമില്ല. ഇവിടെ കയ്യിൽ കാശുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ചില ഭക്ഷണം പറ്റൂല. കാരണം എന്താ? ഫിസിക്കലി പറ്റൂല. ഷുഗർ ഉള്ളവർക്ക് മധുരം കഴിക്കാൻ പറ്റില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രൊഹിബിഷൻസ് ഉണ്ട്. സ്വർഗത്തിൽ അങ്ങനെ ഒരു പ്രൊഹിബിഷൻസും ഇല്ല. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, മുറിഞ്ഞു പോകൂല, നിലച്ചു പോകൂല, തടസ്സപ്പെടുകയുമില്ല. യഥേഷ്ടം കിട്ടുന്നതെല്ലാം സ്ഥിരമായി ആസ്വദിച്ച് നുകർന്ന് കഴിക്കാൻ പറ്റിയ സ്വർഗലോകം. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതന്മാരാണ്, ശാശ്വതന്മാരാണ്, ഒരിക്കലും പുറത്തു പോകേണ്ടി വരില്ല. ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ ചെറുപ്പകാലം അത് കഴിഞ്ഞല്ലോ, ഇപ്പം യൂത്തിലുള്ള ആൾക്കാരുണ്ട്. ഇനി യൗവനം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലേക്ക് പോകും. ഇപ്പം വാർദ്ധക്യത്തിലെത്തിയ ആളുകളുണ്ട്, അവർ യൂത്തിലേക്ക് വരുമോ? ഇല്ലല്ലോ. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയതെല്ലാം തീരാനുള്ളതാണ്, നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദുനിയാവിനെ ഒരു ജീവിതം എന്ന് പോലും പറഞ്ഞില്ല ഖുർആൻ. ഇതൊരു ലൈബും വലഹ്വ്, ഇതൊരു കളിയും ഒരു വിനോദവും, അത്രേ ഉള്ളൂ, അത്ര നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാലി വലി ദുനിയ യാ ഉമർ, ഉമറെ എനിക്ക് ഈ ദുനിയാവിൽ എന്താണുള്ളത്? ഞാനൊരു വഴിപോക്കനെ പോലെയല്ലേ. ഒരു വഴിയാത്രക്കാരൻ യാത്രാമധ്യേ വിശ്രമിക്കാൻ ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ ഇറങ്ങി അല്പസമയം റെസ്റ്റ് എടുത്ത് അയാൾ യാത്ര തുടരുന്നത് പോലെ ജീവിതമാകുന്ന യാത്രയിലെ ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയ റെസ്റ്റ്, അത് മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ്. അത് മാത്രമാണ് ഇവിടുത്തെ വീട്, അത് മാത്രമാണ് ഇവിടുത്തെ പണം, അത് മാത്രമാണ് ഇവിടുത്തെ ഡ്രസ്സ്, അത് മാത്രമാണ് ഇവിടുത്തെ അടിപൊളികൾ, അത് മാത്രമാണ് ഇവിടുത്തെ ആസ്വാദനങ്ങൾ. നിസ്സാരത്തിൽ നിസ്സാരം. അതുകൊണ്ടാ ഖുർആൻ പറയുന്നത്, പരലോകത്ത് എത്തിയിട്ട് ആളുകൾ ഇങ്ങനെ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദുനിയാവ് കുറേ നമ്മൾ ജീവിച്ചുലേ, ഒരുപാട് കാലം കഴിച്ചു കൂട്ടിയില്ലേ, ഇങ്ങനെയൊന്നും അല്ല ആളുകൾ പറയാം. പിന്നെന്താ പറയാറിയോ? യൗമ യുൻഫഖു ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റാ. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. ദുനിയാവിൽ പാപം ചെയ്ത് ജീവിച്ചവൻ, വിശ്വാസി മുഖപ്രസന്നതയോടെ വരുമ്പോൾ ദീനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ പരലോകത്ത് വരുന്നത് മുഖം കമഴ്ത്തി, മുഖം കറുത്ത് കരിവാളിച്ച്, ഇരുളിന്റെ കഷ്ണം പറിച്ച് മുഖത്ത് വെച്ചതുപോലെ സുർഖ, കണ്ണുകളെല്ലാം പേടിച്ച് നീലവർണ്ണമായിട്ടുണ്ടാവും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അറിയോ? യതഖാഫതൂന ബൈനഹും, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യ സംഭാഷണം നടത്തും. എന്താ സ്വകാര്യ സംഭാഷണം നടത്തുന്നത്? ഇല്ലബിസ്തും ഇല്ലാ അശ്റാ. നമ്മളിപ്പോൾ ദുനിയാവിൽ ആകെ ഒരു 10 ദിവസം ജീവിച്ചിട്ടുണ്ടാവൂലേ, ആകെ ഒരു 10 ദിവസം ജീവിച്ചിട്ടുണ്ടാവൂലേ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ കുറച്ചൊക്കെ മൂളുള്ള, കുറച്ചൊക്കെ ചിന്തയുള്ള, കുറച്ചൊക്കെ പക്വതയുള്ള ആളുകൾ എന്താ പറയാറിയോ? നഹ്നു അഅലമു ബിമാ യഖൂലൂൻ ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമാ. അവര് പറയാ 10 ദിവസമൊന്നുമില്ല, നമ്മളാകെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് പാർട്ടോ ഒക്കെ ദുനിയാവ് കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ദുനിയാവ് ഒന്നുമല്ല. പരലോകത്തോട് ചേർത്ത് വെക്കുമ്പോൾ റസൂൽ പറയാണ്, പരലോകത്തോട് ദുനിയാവിനെ ചേർത്ത് വെക്കുമ്പോ
തഅദിലു ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറകിനേക്കാൾ നിസാരമാണ് ദുനിയാവ്. ഒരു കൊതുകിന്റെ ചിറകിനേക്കാൾ നിസാരമാണ് ദുനിയാവ്. ആ ദുനിയാവിനാണ് ആൾക്കാർ കിടന്ന് മരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളിക്കുന്നതും ആക്രമിക്കുന്നതും ദീനിനെ കാറ്റിൽ പറത്തി മുന്നോട്ട് പോകുന്നതും. അങ്ങനെ മുന്നോട്ട് പോയാൽ പരലോകത്ത് നാശവും നഷ്ടവുമാണ് ഉണ്ടാവുക. മുഅ്മിനായി വന്നാലോ, പുണ്യകർമ്മ ചെയ്തു വന്നാലോ, ദീനുള്ളവനായി മുത്തഖിയായി വന്നാലോ അവർക്കാണ് വിജയം. മക്കയിൽ റസൂലും സ്വഹാബത്തും വലിയ പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്, ഇല്ലായ്മയാണ്, വല്ലായ്മയാണ്. അവരെ കാണുമ്പോൾ ശത്രുക്കൾ പരിഹസിക്കുമായിരുന്നു. മെലിഞ്ഞൊട്ടിയായി ഈ സാധുക്കളെ കാണുമ്പോൾ അവർ കൂക്ക് വിളിക്കുമായിരുന്നു. അവർ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുമായിരുന്നു. അവർ പലവിധ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പരിഹാസങ്ങൾ നടത്തുമായിരുന്നു. ഖുർആൻ പറഞ്ഞു, ഇദാ മർറൂ ബിഹിം യതഗമസൂൻ വഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫകിഹീൻ. സഹാബത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോഴേ മക്കയിലെ മുശ്രിക്കുകൾ എന്തേലും അവരെ ഉപദ്രവിക്കുക, കാർക്കിച്ച് തുപ്പുക, അവരെ ഉന്തി മറിച്ചിടുക, അവരെ വായി തോന്നിയ തെറി വിളിക്കുക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യമാരോട് പറയും, ഇന്ന ആളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കും. പരിഹാസമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിൽ, സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ, സത്യനിഷേധികൾക്ക് അല്ലാഹു ദുനിയാവിലെ വിഭവങ്ങൾ, ദുനിയാവിലെ അധികാരം, ദുനിയാവിലെ സമ്പത്ത്, ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ, ദുനിയാവിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ അത് ഏറ്റവും വലിയ സംതൃപ്തകരമാക്കിയിരിക്കുന്നു, അലങ്കാരമാക്കിയിരിക്കുന്നു. വയസ്ഖറൂന മിനല്ലദീന ആമനൂ, അവർ വിശ്വാസികളെ പരിഹസിക്കുകയുമാണ്. ദുനിയാവിലെ അലങ്കാരം കണ്ടവർ ജീവിക്കുകയാണ്, മാത്രമല്ല അവർ വിശ്വാസികളെ പരിഹസിക്കുകയാണ്. അല്ലാഹു പറയാ, വല്ലദീന തഖൗ, തഖ്വ പാലിച്ച ആളുകൾ, ഫൗഖഹും യൗമൽ ഖിയാമ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പരലോകത്ത് ഈ പറയുന്ന പത്രാസുള്ള, യോഗ്യതയുള്ള, അധികാരമുള്ള, സമ്പത്തുള്ള നേതാക്കന്മാരായി ചമയുന്ന ഈ സത്യനിഷേധികളായ ആളുകളുണ്ടല്ലോ, അവരെക്കാൾ ഉന്നതങ്ങളിലാണ് ഈ സാധുവായ ആളുകൾ. ചരിത്രം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറ്റവും അധികം താല്പര്യത്തോടെ ദീൻ പഠിച്ച് പ്രവാചകന്റെ പിന്നാലെ കൂടിയ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു അട്ടിടയനായിരുന്നു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ചു, നബിയുടെ പിന്നാലെ കൂടി ഖുർആൻ പഠിച്ച്, ഹദീസ് പഠിച്ച്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ മുഴുവൻ പഠിച്ച് ഏറ്റവും നല്ല അഗ്രഗണ്യനായി അദ്ദേഹം മാറി. പക്ഷേ മെലിഞ്ഞൊട്ടിയ ശരീരമായിരുന്നു മഹാനായ സഹാബി ഇബ്നു മസ്ഊദിൻ്റേത്. അദ്ദേഹം ഒരിക്കൽ അറാഖിൻ്റെ കൊള്ളി പറിക്കാൻ വേണ്ടി മരത്ത് കയറിയപ്പോൾ കാറ്റടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊന്ന് നീങ്ങിപ്പോയി. അപ്പോഴാണ് സ്വഹാബത്ത് അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞൊട്ടിയ കാല് കാണുന്നത്. ഇത് കണ്ട് അവരൊക്കെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിരിച്ചു. ഇബ്നു മസ്ഊദിൻ്റെ മെലിഞ്ഞൊട്ടിയ കാലുകൾ കണ്ട് അവരൊക്കെ ചിരിച്ചു. ആ ചിരിക്കുന്ന സദസ്സിലേക്ക് റസൂൽ അങ്ങനെ കയറി വരണേ, എന്തിനാ ചിരിക്കുന്നു ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, നബിയെ, ഇബ്നു മസ്ഊദിൻ്റെ മെലിഞ്ഞൊട്ടിയ കാലുകൾ കണ്ടിട്ടാണ് ചിരിക്കുന്നത്. കേൾക്കണം, ദീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒറ്റ സംഭവം കേട്ട് നമുക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്കറിയുമോ ഇബ്നു മസ്ഊദിൻ്റെ ആ മെലിഞ്ഞൊട്ടിയ രണ്ട് കാലുകളുടെ വാല്യൂ? ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിസ്ല ഉഹുദിൻ. നാളെ മീസാനിൽ വെച്ച് ഇബ്നു മസ്ഊദിനെ തൂക്കുമ്പോ ഈ മെലിഞ്ഞൊട്ടിയ രണ്ട് കാലുകൾ ഉഹുദ് മലയോളം ഭാരമുള്ളതാണ്. ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതാണ്. അതിൻ്റെ കൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് തടിച്ചു കൊഴുത്തൊരു മനുഷ്യനെ കൊണ്ടുവരും, എന്നിട്ട് പടച്ചോന്റെ മീസാനിൽ അവനെ കയറ്റി നിർത്തും. അള്ളാഹുവിന്റെ മീസാൻ, റബ്ബിന്റെ തുലാസ്, ആ തടിച്ചു കൊഴുത്ത മനുഷ്യന് ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും കാണിക്കൂല എന്നാണ്. അപ്പൊ എന്താണ്? ദീനാണ്. പണമല്ല, പത്രാസല്ല, സ്ഥാനമാനങ്ങളല്ല, ദീനാണ്. സുഹൃത്തുക്കളെ, ആ ദീന് എവിടുന്നാ നമുക്ക് കിട്ടുക? എവിടെയാണ് ആ ദീനുള്ളത്? ചില ആളുകൾ പറയാം, നമ്മൾ ചിട്ടവട്ടങ്ങൾ, കുറച്ച് ആചാരങ്ങൾ നിസ്കരിച്ചാൽ മതി, അതാ ദീന്, ബാക്കിയൊന്നും കുഴപ്പമില്ല. ചില ആളുകൾ പറയുന്നത് ദീന് എന്ന് പറയുന്നത് നമുക്കെന്താണോ നല്ലത് തോന്നുന്നത് അതാണ് ദീന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ചില സഹാബിമാർ, കുറച്ചാളുകൾ പള്ളിയിൽ ഇങ്ങനെ കൂടിയിരുന്ന് അവർ കല്ല് കൂട്ടിയിട്ട് അതിൽ നിന്ന് കബ്ബിറൂ മിഅ, ഹല്ലിലൂ മിഅ, സബ്ബിഹൂ മിഅ എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ്
100 വട്ടം തക്ബീർ ചൊല്ലൂ എന്ന് പറയുമ്പോൾ അണികൾ 100 വട്ടം ഇങ്ങനെ തക്ബീർ ചൊല്ലു, ആ കല്ലിങ്ങനെ പെറുക്കിയിട്ട്. തസ്ബീഹ് നടത്താൻ പറയുമ്പോൾ തസ്ബീഹ് നടത്തും. തഹ്ലീൽ നടത്താൻ പറയുമ്പോൾ തഹ്ലീൽ നടത്തും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ തക്ബീറും തഹ്ലീലും തസ്ബീഹും ചെല്ലുകയാണ്. എന്താ പറഞ്ഞ്? നല്ല കാര്യം എന്നാണോ? അല്ല, നിങ്ങളിത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? മാ അർദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മയല്ലാതെ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? സബാഷ്, നല്ല കാര്യമല്ലേ, നടക്കട്ടെ പറഞ്ഞോ? ഇല്ല. വൈഹകും യാ ഉമ്മത മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾക്ക് നാശം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് പ്രവാചകന്റെ വസ്ത്രം നുരുമ്പിയിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ ഓർമ്മകളും ആധാറുകളും മൺമറഞ്ഞിട്ടില്ല. ഹഉലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇദാ നബിയുടെ കൂടെ ജീവിച്ച സഹാബത്ത് നിങ്ങളുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട്. ഇത്ര പെട്ടെന്ന് നിങ്ങൾ നശിച്ചു പോയോ? നിങ്ങൾ വഴികേടിലായി പോയോ? അപ്പോൾ ഓരോരുത്തർക്കും നല്ലതെന്ന് തോന്നുന്ന കാര്യമല്ല ദീൻ എന്ന് പറഞ്ഞാൽ. ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നല്ല കാര്യം ചെയ്യണം. എന്തൊക്കെ ഇപ്പം നല്ല കാര്യം ചെയ്യാൻ പറ്റിയത്? ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഒരു പെന്നും പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഊഹിച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ടീം ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുക, ഒരു സംഘടന മീറ്റിംഗ് കൂടിയിട്ട് അവിടെ വിശ്വാസം, അവിടെ കർമ്മം, അവരുടെ ആചാരം അവർ രൂപീകരിക്കുക. അതാണോ ദീന്? ഒരിക്കലും അല്ല. ചില ആളുകൾ പറയും, എന്താ കുറേ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതെന്തായാലും ദീനുള്ളതായിരിക്കും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. കുറേ ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള അല്ല വിഷയം. കുറേ ആളുകൾ ചെയ്യുന്നത് ദീന്, കുറച്ചാളുകൾ ചെയ്യുന്ന ദീനല്ല. അങ്ങനല്ല. ലാ തസ്തവിൽ ഖബീസു വത്വയ്യിബ്, നന്മയും തിന്മയും തുല്യമല്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം നിന്നെ സന്തോഷിപ്പിച്ചാലും നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, തിന്മ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട് വിചാരിച്ചിട്ട് തിന്മ നന്മയാവൂല. അപ്പം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേട്ടൊരു ഇൻ്റർവ്യൂ. എന്താണ്? ഒരുത്തൻ പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുക, കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നത് നല്ലതാവോ? നല്ലതാവൂലേ? നല്ലതാണ്. യുവാക്കൾ പറയാം നല്ലതാണ്. എതിർക്കുന്ന ആളുകൾ കുറച്ചുള്ളൂ, അധിക ആളുകളും അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അനുകൂലിക്കുന്ന ആൾക്കാരാണ് കുറേയെങ്കിൽ കഞ്ചാവ് ശരിയാണെന്ന് പറയേ. അപ്പോൾ കുറേ ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്യാന്നുള്ളതല്ല. പിന്നെ നമുക്ക് ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ കാക്ക കാരണവന്മാർ, നമ്മളൊരു മുസ്ലിം തറവാട്ടിൽ ജനിച്ച ആളാണ്, ആ തറവാട്ടിലെ കാക്ക കാരണവന്മാർ എന്താണോ ചെയ്തു പോരുന്നത് അതിങ്ങനെ ചെയ്തു പോരാ, അതന്നെയാ ദീന്. അതിന് പ്രമാണമുണ്ടോ തെളിവുണ്ടോ അതൊന്നും അറിയില്ല. ചെറുപ്പം മുതൽക്കേ നമ്മൾ പള്ളിയിൽ പോകുന്നു, സുബൈന് കുനൂത്ത് ഓതുന്നു, നിസ്കാരം കണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തുന്നു, മരിച്ചാൽ അവിടെ യാസീൻ ഓതുന്നു, ഒരുപാട് ആചാരങ്ങൾ നടക്കുന്നു. മരണത്തിൻ്റെ പിറ്റേ ദിവസം, അന്നേ ദിവസം കുറേ സ്വലാത്ത്, പിറ്റേ ദിവസങ്ങൾ ഒരുപാട് ആചാരങ്ങൾ, പിന്നെ 3-ന്, 7-ന്, 10-ന്, 14-ന്, 40-ന്, ആണ്ടിന്, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ആചാരങ്ങൾ കഴിക്കുന്നു. ദാറ്റ് ഈസ് ഇസ്ലാം. ഞാൻ എൻ്റെ പാരൻസിൽ നിന്ന് കണ്ടുപഠിച്ച അതാണ് എന്നൊരാൾ പറഞ്ഞാൽ അല്ല, അത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ്. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, അല്ലാഹ് ഇറക്കിയത് നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഇല്ല, നത്തബിഉ മാ അൽഫൈനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. വ്യത്യസ്ത പ്രയോഗം നടത്ത കുറ ഞങ്ങളുടെ മുൻഗാമികൾ എന്താണോ ചെയ്തത് അതാണ് ഞങ്ങൾക്ക് ദീന്, ഞങ്ങൾ കാക്ക കാരണവന്മാർ എന്താണോ ചെയ്തത് അതാണ് ഞങ്ങൾക്ക് ദീന്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ എവിടേക്കുമില്ല എന്ന് പറയുന്ന ആളുകൾ പലതരത്തിലുള്ള. എന്താ പണ്ഡിതന്മാർ പറയണേ? അതന്നെ അഹ്ലി കിതാബുകാരെ കുറിച്ച് പറഞ്ഞല്ലോ, അവരവരുടെ പണ്ഡിതന്മാരെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ റബ്ബുകളാക്കുന്നു ചോദിച്ചപ്പോൾ അവർ ചില കാര്യങ്ങൾ ഹറാമായിട്ട് പ്രഖ്യാപിക്കും, അതവർക്ക് ഹറാം. അവർ ചില കാര്യങ്ങൾ ഹലാലായിട്ട് പ്രഖ്യാപിക്കും, അത് ആ അനുയായികൾക്ക് ഹലാൽ. അപ്പൊ അവരുടെ മതം അവരുടെ പണ്ഡിതന്മാർ തീരുമാനിക്കുന്ന, അവരുടെ നേതാക്കന്മാർ തീരുമാനിക്കുന്ന, അവരുടെ കാക്കകാരണവന്മാർ തീരുമാനിക്കുന്ന, അവരുടെ സംഘടന യോഗം ചേർന്നിട്ട് അവർ തീരുമാനിക്കുന്ന ചില ബൈലോയുടെ അടിസ്ഥാനത്തിൽ അത് മതമായി സ്വീകരിക്കുന്ന ആളുകൾ, ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് വിശ്വാസം തീരുമാനിക്കുന്ന, കർമ്മങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാർ. ഇതൊന്നും അല്ല ദീന്. ദീന് വളരെ കൃത്യമാണ് സഹോദരന്മാരെ, ദീന് വളരെ കൃത്യമാണ്. ഇന്ന ടീം പറയുന്നത് ആ ദീന്, ഇന്ന ടീം പറയുന്നത് ദീനല്ല എന്നല്ല. ദീനിന്റെ ബേസ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. ദീന് പഠിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ദീന് മുഴുവൻ പഠിപ്പിച്ചു.
ഈ ലോകത്തോട് വിട പറയുമ്പോൾ റസൂൽ പറഞ്ഞു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇതാ നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ദീനിനെ ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആരെ പൂർത്തീകരിച്ചത്? അല്ലാഹു. ആരിലൂടെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. പ്രവാചകനാണോ ദീനുണ്ടാക്കിയത്? അല്ല. നബിയാണോ ദീനുണ്ടാക്കിയത്? നബിക്ക് ഇപ്പൊ ആളുകൾ പറയുന്നത് വെച്ചാൽ നല്ലതല്ലേ നമുക്ക് ചെയ്തൂടേ, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടല്ല റസൂൽ പറഞ്ഞത്. റസൂൽ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണോ ദീൻ പറഞ്ഞത്? നബിക്ക് ഇങ്ങനെ തോന്നുന്നത് അത് നല്ലതല്ലേ എന്ന് അത് പറയാ, ഇത് നല്ലതല്ലേ എന്ന് അത് പറയാ, അങ്ങനെയാണോ? ഒരിക്കലുമല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീന് നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ദീനായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. പടച്ചോൻ വഹീയാണ് കൊടുക്കാണ്. ആളുകൾ വന്ന് ചോദിക്കും നബിനോട്, മതസ്സാ, എപ്പോഴാണ് അന്ത്യദിനം? നബി ഇങ്ങനെ ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും, എവിടെ ഐനസായിൽ, ചോദ്യകർത്താവ് എവിടെ? ദാ നബിയെ ഞാനിവിടെ ഉണ്ട്. മാദാ അദത്തലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്? വഹീ ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി മറുപടി കൊടുക്കുക. ഖുർആൻ മാത്രമല്ല. ഖുർആൻ മാത്രമാണോ വഹീ? അല്ല. ഖുർആനിൽ വളരെ ചുരുക്കി പറഞ്ഞത് വിശാലമായിട്ട് ഹദീസിലല്ലേ ഉള്ളത്. നിസ്കാരം, ഖുർആനിൽ 5 നേരത്തെ നിസ്കാരത്തിന്റെ പേരുണ്ടോ? നിസ്കാരത്തിന്റെ കൈഫിയത്ത്, രൂപമുണ്ടോ? നിസ്കാരത്തിന്റെ പ്രാർത്ഥനയുണ്ടോ? നിസ്കാരത്തിന്റെ ശുറൂത്തുകൾ, അതിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്തുകൾ, അതിലെ സുനനുകൾ, അത് നഷ്ടപ്പെട്ടു പോകുന്ന, അത് മുറിഞ്ഞു പോകുന്ന മുബത്തിലാത്തുകൾ, ഇതൊക്കെ ഖുർആനിലുണ്ടോ? വിശദമായിട്ട് ഹദീസിലുള്ളത്. അതുകൊണ്ടാണ് വഹി ഇങ്ങനെ ഇറങ്ങുമ്പോൾ റസൂൽ അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ ഓതും. കാരണം ഇത് മിസ്സായി പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്, ഓർമ്മയിൽ നിന്ന് മങ്ങിപ്പോകരുത് വെച്ചിട്ട് നബി ഇങ്ങനെ ധൃതി കാണിക്കും. അപ്പൊ അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്താണ്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, നബിയെ താങ്കൾ ധൃതി കാണിക്കണ്ട, താങ്കൾ ധൃതി കാണിച്ച് നാവിനെ ചലിപ്പിക്കണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, തീർച്ചയായിട്ടും ഈ ഖുർആനിന്റെ പാരായണം ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരും. ഈ ഖുർആനിനെ താങ്കളുടെ ഹൃദയത്തിൽ, താങ്കളുടെ തലയിൽ, താങ്കളുടെ മനസ്സിൽ ഇതിനെ ഞാൻ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് ഫൈദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, ജിബ്രീൽ ഖുർആൻ ഓതിത്തരുമ്പോ അത് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അദ്ദേഹം ഓതിയതുപോലെ താങ്കൾ പിന്തുടർന്ന് ഓതുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ജിബ്രീൽ ഓതിത്തരുമ്പോൾ നിങ്ങൾ കേൾക്കുക, ജിബ്രീൽ ഓതിക്കഴിഞ്ഞാൽ താങ്കൾ അതുപോലെ ഓതുക. അങ്ങ് താങ്കൾ ഓതുന്നതോടുകൂടെ താങ്കളുടെ ഖിറാഅത്ത് ഞാൻ ശരിയാക്കും, താങ്കൾക്കത് ഞാൻ ഹിഫ്ലാക്കും. സുമ്മ ഇന്ന അലൈനാ ബയാനാ, പിന്നെ ആ ആയത്തുകളുടെ വിശദീകരണം ഞാൻ തന്നെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഒരു ആയത്ത് ഓതിയിട്ട് ഈ ആയത്ത് കേട്ടിട്ട് എനിക്കിതാ തോന്നുന്നത് എന്നല്ല, ഓരോരുത്തരുടെ തോന്നലല്ല. ഓരോ ആയത്തും ഒരാൾക്ക് കേട്ടപ്പോൾ എന്താ തോന്നിയത്, അതാണ് ആ ആയത്ത് എന്ന് പറയാൻ പറ്റൂല. അതാണ് ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം. അവർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഖുർആന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടും. അവർ പറയും ഇതാണ് ഇസ്ലാം, ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ റബ്ബ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു മക്കയുടെ കുലദൈവമാണ്. 300 ചില്ലാനം വിഗ്രഹങ്ങൾ മക്കയിൽ ഉണ്ടായപ്പോ, കഅബയിൽ ഉണ്ടായപ്പോ എല്ലാം തകർത്തു. ആ കുലത്തിന്റെ ദൈവമായ അള്ളാഹുവിനെ അവിടെ സ്ഥാപിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? തൻ്റെ അറിവിന്റെ പരിമിതിയാണ്. ഖുർആൻ ഓരോരുത്തർക്ക് തോന്നുന്ന പോലെ അല്ല വ്യാഖ്യാനിക്കേണ്ടത്. ആ ഖുർആനിനെ, ഖുർആനിന്റെ ആയത്തിനെ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കണം. അതാണ് വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, വിശ്വാസത്തിൽ ദുൽമ് കലർന്നിട്ടില്ലെങ്കിൽ അവർക്ക് നിർഭയത്വമുണ്ട്, അവർ നേർമാർഗത്തിലാണ്. ഖുർആൻ പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ആ ദുൽമ്? ആ ദുൽമ് കുറേ ഉണ്ടല്ലോ, അതൊക്കെയാണെന്ന്. അല്ല, റസൂൽ പറയാ, ലുഖ്മാൻ തൻ്റെ മകനെ ഉപദേശിച്ചില്ലേ? ഈ ആയത്തിന്റെ വിശദീകരണം അപ്പുറത്തുള്ളൊരു ആയത്ത് ഓതി കൊടുക്കാൻ നബി. ഏതാണ് ആയത്ത്?
വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ ശിർക്ക് ചെയ്യല്ലേ, ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. ആ ദുൽമ് അതെന്താ? ശിർക്കാണ്. ആ ശിർക്ക് വിശ്വാസത്തിൽ കലരാതിരിക്കണം. ഇവിടെ പറഞ്ഞ ദുൽമ് അവിടെ പറഞ്ഞ ദുൽമാണെന്ന് റസൂൽ. അപ്പൊ ആയത്തിനെ ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കുക, ആയത്തിനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക. നോമ്പിന്റെ സമയം പറഞ്ഞപ്പോ പറഞ്ഞു കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപ്പെടുമ്പോൾ. അപ്പൊ ചില സ്വഹാബത്ത് കറുത്ത നൂലും വെളുത്ത നൂലും എടുത്തിട്ട് തലയണന്റെ ചോട്ടിൽ വെച്ച് ഇടയ്ക്ക് ഞാൻ നോക്കൂ അങ്ങോട്ടോട് മാറി വേർപ്പെടുണ്ടോന്ന്. അപ്പൊ റസൂൽ കറക്റ്റ് അതിന്റെ സമയം പറഞ്ഞു കൊടുത്തു. അത് ഫജ്റാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നും അത്താഴത്തിന്റെ സമയവും അതിന്റെ ഉദയവും അസ്തമയവും ഒക്കെയാണെന്ന് റസൂലുള്ള കൃത്യമായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് വിവരിച്ചു കൊടുത്തു. അപ്പൊ ഓരോരുത്തർക്ക് തോന്നുന്ന കോലത്തിലല്ല, മറിച്ച് ഖുർആൻ കൊണ്ട്, ഖുർആനിനെ ഹദീസ് കൊണ്ട്, ഖുർആനിനെ ആദ്യ ഓഡിയൻസായ സ്വഹാബത്ത് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അങ്ങനെ ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് എന്ന ചെറുപ്രായക്കാരൻ വലിയ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു നീരസം, എന്താ ഞങ്ങൾക്കൊക്കെ മക്കളുണ്ടല്ലോ, അവരെയൊന്നും വിളിക്കാണ്ട് എന്താ ഇബ്നു അബ്ബാസിനെ മാത്രം ഇങ്ങനെ ഇരുത്താൻ കാരണം എന്ന് ആളുകൾക്ക് ചെറിയൊരു നീരസമുണ്ട് എന്ന് മനസ്സിലാക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടി ഇവിടെ ഇരുത്താൻ കാരണം തെളിയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വിശുദ്ധ ഖുർആൻ സൂറത്തു നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അത് എന്താണ് തേടുന്നത്? അപ്പൊ എല്ലാവരും പറഞ്ഞു വിജയവും സഹായവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അല്ലാഹുവിന്റെ തസ്ബീഹ് നടത്തുക, ഇസ്തിഗ്ഫാർ നടത്തുക. അതാണ് ആ ഖുർആനിലുള്ള ആയത്തിന്റെ അടിസ്ഥാനം, ആ സൂറത്തിന്റെ ഇതിവൃത്തം, അതിലുള്ള ഔട്ട്കം അതാണ് എന്നവരൊക്കെ പറഞ്ഞു. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് എന്താണ് അതിന്റെ ഉദ്ദേശം? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് റസൂലിന്റെ പ്രവാചകത്വ കാലഘട്ടം തീർത്ത് റസൂലുള്ളാഹിക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട് എന്നാണ് ആ സൂറത്ത് അറിയിക്കുന്നത്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും നബിയിൽ നിന്ന് കേട്ടത് ഇതാണ്. അപ്പൊ ഒരു ആയത്തിന്റെ തേട്ടം സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി? വമിന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങിയിട്ട് ആളുകളെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. സഹാബത്ത് പറയാണ്, ഇബ്നു അബ്ബാസ് ഉൾപ്പെടെയുള്ള സഹാബത്ത് പറയാണ്, അവിടുത്തെ ഉദ്ദേശം വിനോദ വാർത്ത എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്, സംഗീതമാണ്. അപ്പൊ ഖുർആനിന്റെ പ്രഥമ ഓഡിയൻസായ സഹാബത്ത് എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം. മനസ്സിലായിണ്ടാവും. അപ്പൊ ദീന് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് തോന്നിയതല്ല, ഖുർആനും ഹദീസുമാണ്. ഖുർആനും ഹദീസും ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിക്കലല്ല. ഈ ഹദീസൊക്കെ നമ്മൾ പറയേ, അങ്ങനെ പറഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക, ഇസ്ലാമിനെ കുറിച്ച് എന്ത് വിചാരിക്കും, നബിയെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇസ്ലാം ഇന്നലെ ഉണ്ടായതൊന്നുമല്ല, 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. തീച്ചൂളയിൽ മുളച്ചു പൊങ്ങിയതാണ് ഈ ആദർശം. അതിന് വെള്ളം ചേർത്തിട്ട് മായം കലർത്തിയിട്ട് പ്രവാചകന്റെ ഹദീസിനെ യോഗം കൂടി ദുർവ്യാഖ്യാനിക്കാനുള്ള ബൈലോ രൂപീകരിച്ചിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട ഒരു ഗതികേട് ഇസ്ലാമിനില്ല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം തീവ്രവാദമാണെന്ന് വൽക്കരിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ച് ഇസ്ലാമിലേക്കുള്ള ഒഴുക്കിനെ തടയാൻ ശ്രമിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ച ആളുകളെ വിലങ്ങ് തീർത്ത് അവരെ കൊന്നൊടുക്കി, അവരെ ഭീഷണിപ്പെടുത്തി ഇനി ഒരാൾക്കും ഇതിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. ഇസ്ലാമിനെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ തടങ്കലിലിട്ട് നാടുകടത്തിയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാതിരിക്കാൻ പലതരത്തിലുള്ള
കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് തടയാനാണ്, ഇസ്ലാമിനെ ഊതിക്കെടുത്താനാണ്. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോ ഇനി നമ്മുടെ മുന്നിൽ ശത്രുവില്ല, ഒറ്റ ശത്രു മാത്രമാണ്, അത് ഇസ്ലാമാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകള് അന്ന് മുതൽക്ക് ഇസ്ലാമിനെതിരെ ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. ഇത് അള്ളാന്റെ പ്രകാശ. അതാര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും കെട്ടുപോകൂല. ഇത് അള്ളാഹ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീന് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസിയാവൂല. എന്താ? അള്ളയും റസൂലും പറഞ്ഞതുപോലെ ഒരു കാര്യത്തിന് വിധി പ്രഖ്യാപിച്ചാൽ അത് സ്വീകരിച്ച് അതിന് പൂർണ്ണമായി സമർപ്പിച്ച് കീഴൊതുങ്ങി മുന്നോട്ട് പോകാതെ നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാവൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം ദീന് നമ്മുടെ ദുനിയാവിലും ഖബറിലും പരലോകത്തും ആവശ്യമാണെങ്കിൽ ആ ദീനുള്ളത് ഖുർആനിലും ഹദീസിലുമാണ്. അത് പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആശ്വാസപൂർണമാകുന്നത്, ആനന്ദദായകമാകുന്നത്. ഒന്നുമില്ലാത്തവരായിട്ടാണ് സ്വഹാബത്ത് ഇസ്ലാമിലേക്ക് വന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീണ്ട കിലോമീറ്റർ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ പലായനം ചെയ്തെത്തിയ ആ സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. സ്വന്തം അമ്മാവന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ അബ്ദുള്ള നബിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അമ്മാവൻ പുറത്താക്കിയിട്ട് മക്കത്തുനിന്ന് മദീനയിലേക്ക് ഒറ്റക്ക് പോരുക. എങ്ങനെ? ഉമ്മ ഒരു പുതപ്പ് രണ്ടാക്കി മുറിച്ചു കൊടുത്ത് ഒന്നുകൊണ്ട് അരയും മറ്റൊന്നുകൊണ്ട് മേലും മറച്ച് മദീനയിലേക്ക് പറഞ്ഞയച്ചു. റസൂലുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ രണ്ട് പുതപ്പിന്റെ കഷ്ണം ഉടുത്തു നിൽക്കുന്ന ഒരാളാ. അതുകൊണ്ട് നബി അന്ന് അദ്ദേഹത്തെ വിളിച്ച പേരാണ് ദുൽ ബിജാദൈൻ, രണ്ട് പുതപ്പിന്റെ ഉടമ. ഒന്നുമില്ലായിരുന്നു കയ്യിൽ, മര്യാദക്കൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. മദീനയിൽ വന്ന് നബിയുടെ കൂടെ ജീവിച്ച് ഒരു യുദ്ധത്തിന്റെ രാത്രിയിൽ സഹാബത്ത് പറയാണ്, രാത്രിയിൽ ടെന്റിൽ നിന്ന് ഞങ്ങൾ വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ അബ്ദുള്ള ഷഹീദായിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഖബറെടുത്ത് അദ്ദേഹത്തെ കഫൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ശരീരത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അംസൈതു അൻഹു റാദിയ ഫർദ അൻഹു, അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന അബ്ദുള്ള, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പൂർണ്ണമായി തൃപ്തനാണ്. പടച്ചോനെ, നീയും അദ്ദേഹത്തെ തൃപ്തിപ്പെടണേ. ഈ ലോകത്ത് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലുതാ സഹോദരന്മാരെ, അള്ളാന്റെ തൃപ്തി കിട്ടി ഇവിടുന്ന് മരിച്ചു പോകാൻ നമുക്ക് പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു ബറക്കത്ത് ജീവിതത്തിൽ വേറെയില്ല. അതിപ്പോ ബോധ്യപ്പെടണം, ഇപ്പൊ ബോധ്യപ്പെടണം. ദീനാണ്, ഖുർആനാണ്, സുന്നത്താണ്, അതിനനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത്. ഇപ്പൊ ബോധ്യപ്പെടണം. ഫിർഔനെ പോലെ ചെങ്കടലിലേക്ക് മുങ്ങുമ്പോഴല്ല, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴല്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോഴല്ല, മരണത്തിന് വേണ്ടി മലക്കുൽ മൗത്തും സംഘവും വരുമ്പോ ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ, ഇപ്പൊ മരിപ്പിക്കാതെ കുറച്ച് സമയം കൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തരുമോ എന്ന് മരണത്തിന്റെ സമയത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ആ നേരത്ത് ചോദിച്ചാൽ അല്ലാഹ് എന്താ പറയുള്ളൂ? കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതാണ്, ഇതൊരു വെറും ഒരു വാക്കാണ്. ഈ പറയുന്നൊരു വെറും വാക്കാണ്. ഇനി നിനക്ക് ദുനിയാവുക്ക് മടക്കല്ല, ഇനി നിനക്ക് ഖബറിലാണ് ജീവിക്കാനുള്ളത്. ആളുകളെല്ലാം അയച്ചു മാറ്റിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് നമ്മുടെ ഡെഡ് ബോഡിനെ നേരെ ഖബറിനെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് ഖബർ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യും. അവിടെ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദീനായിരുന്നു ഏറ്റവും നല്ലത്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് പറയും, പഠിച്ചോനെ, ഈ ഖബറിൽ ഇത്ര ശിക്ഷയാണെങ്കിൽ പരലോകം വേണ്ട റബ്ബേ. പക്ഷെ പരലോകം വരും. പരലോകം നേർക്ക് നേരെ കാണുമ്പോൾ മനുഷ്യൻ പറയും, വലൗ തറാ ഇദിൽ മുജ്രിമൂന,
നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ. അല്ലാഹുവേ, കണ്ടു, കേട്ടു, മനസ്സിലായി, എല്ലാം ബോധ്യപ്പെട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ദുനിയാവൊക്കെ ഒന്ന് മടക്കി തരുമോ പുണ്യങ്ങൾ ചെയ്യാൻ? ഇന്നാ മൂഖിനൂൻ, മുസ്ലിം ആയിക്കൊള്ളാമെന്നല്ല, മുഅ്മിനായിക്കൊള്ളാമെന്നല്ല, മൂഖിനൂൻ, ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ളാം. എന്താ അല്ലാഹ് പറയാ? ഇല്ല, ഞാൻ അവസരമില്ല. ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമിക്കും ഹാദാ, ഇന്നത്തെ ദിവസം എന്നെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെയും മറന്നു കളയുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അള്ളാഹ്ക്ക് മറവില്ല. പിന്നെന്താണ് മറവിൻ്റെ ഉദ്ദേശം? ആ മറവിൻ്റെ ഉദ്ദേശം തറക്തുകും ഫിൽ അദാബ്, നിങ്ങളെ ഞാൻ ശിക്ഷയിലേക്ക് ഉപേക്ഷിക്കുമെന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഈ ദീനാണെന്ന് മനസ്സിലാക്കുക. ആ ദീന് ശരിയായ സോഴ്സാകുന്ന ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മൾ പഠിച്ചു മനസ്സിലാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചത് എന്താ? തറവാടാണോ? കൂട്ടം നോക്കിക്കോളിന്നാണോ? രാഷ്ട്രീയം നോക്കിക്കോളിന്നാണോ? ഒന്നുമല്ല. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തും അള്ളാന്റെ കിതാബും അതിനെ മുറുകെ പിടിച്ചോളി, നിങ്ങൾ തെറ്റൂല. കാരണം തർഫുഹു ബിയദില്ലാഹ്, അതിന്റെ ഒരു അറ്റം അള്ളാന്റെ അടുത്താണ്, വതർഫുഹു ബിയദീകും, അതിന്റെ മറ്റേ അറ്റം നിങ്ങളടുത്താണ്. ലോകം അവസാനിക്കുന്നവരേക്കും ഈ ഖുർആനിനെയും സുന്നത്തിനെയും പ്രവാചകനും സ്വഹാബത്തും മുറുകെ പിടിച്ചതുപോലെ മുറുകെ പിടിക്കുന്ന ഒരു ടീം ഉണ്ടാകും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിലായിക്കൊണ്ട് തന്നെ ലോകാവസാനം വരെ ഒരു ടീം ഉണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ടീമിൽ പെടാൻ നമുക്ക് പറ്റണം. മാന അലൈഹിൽ യൗമ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗം ഏതാണോ ആ മാർഗത്തിൽ നമുക്ക് അടിയുറച്ച് മുന്നോട്ട് പോകാൻ പറ്റണം, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിക്കുക, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഒരു കമ്പനി മാരുതി ഇറക്കുന്ന ഒരു കാറ്, അതിൻ്റെ യൂസേജ് പഠിപ്പിക്കേണ്ടത് മാരുതിയാണ്. നമ്മളെ സൃഷ്ടിച്ച പടച്ച റബ്ബ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ബൈലോ, നമ്മുടെ ജീവിതത്തിൻ്റെ കാറ്റലോഗ്, അതാണ് ഖുർആൻ. അത് പഠിക്കാതെന്നാലോ ഒന്നും മനസ്സിലാവില്ല. അത് പഠിച്ചാൽ ക്ലാരിറ്റി ഉണ്ടാവും, അത് പഠിച്ചാൽ വിശ്വാസം ശരിയാവും, കർമ്മങ്ങൾ ശരിയാവും, സ്വഭാവം ശരിയാവും. എന്താണ് ദീന്, എന്താണ് വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഇല്ലെങ്കിലോ കബർന്ന് ചോദിക്കൂലേ, നബിനെ കാണിച്ചിട്ട് ധാര ചോദിക്കും. അപ്പോൾ പറയും, ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നബിയാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല, ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കേട്ടുകേൾവിയല്ല സുഹൃത്തുക്കളെ ദീന്, പഠിച്ചുറപ്പിച്ച് മനസ്സിലാക്കേണ്ട സാധനമാണ് ദീന്. പഠിച്ചുറപ്പിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ദീന്. അല്ലാഹ് ഖുർആൻ ഇറക്കിയത് ഓതാൻ മാത്രമല്ല, പഠിക്കാനും പകർത്താനും വേണ്ടിയാണ്. സ്വഹാബത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആയത്ത് എടുത്താൽ അതിലൊരു ആയത്ത് ഞങ്ങൾ എടുത്തിട്ട് അതിലുള്ള വിശ്വാസം, അതിലുള്ള കർമ്മം, അതിലുള്ള ആചാരം, അതിലുള്ള സ്വഭാവം, അതിലുള്ള ദീനിൻ്റെ പിന്നെ കൽപ്പനകൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടാണ് ഞങ്ങൾ അടുത്ത ആയത്തേക്ക് പോവുക. അപ്പോൾ ഖുർആൻ ശരിക്കും അക്ഷരം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, വ്യാഖ്യാനം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിനെ ഓരോന്നാക്കി പകർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഖുർആൻ ഇറക്കിയത് തന്നെ തൗഹീദ് സ്ഥാപിക്കാനാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ്. ലോകത്ത് അല്ലാഹ് പ്രവാചകന്മാരോട് മുഴുവനും കൽപ്പിച്ചത്. വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ശിർക്ക് ചെയ്യല്ലേ, ശിർക്ക് ചെയ്താൽ കർമ്മങ്ങളെല്ലാം തകർന്നു പോകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. വിശ്വാസത്തിൽ കളങ്കം സംഭവിച്ച സ്വർഗം എന്ന സ്വപ്നം തകരും. സ്വർഗം ഹറാമാണ്, നരകം ശാശ്വതമാണ്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും തൻ്റെ ജനതയോട് പ്രഥമവും പ്രധാനവുമായിട്ട് പറഞ്ഞത് തൗഹീദാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ.
ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ ഖുർആൻ പഠിച്ചു നോക്കി, ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽക്ക് മിനൽ ജിന്നത്തി വന്നാസ് വരെ പരിശോധിച്ചാൽ അള്ളാനെ മാത്രം ആരാധിക്കാനല്ലാതെ ഒരു തെളിവും കാണാൻ പറ്റൂല. ഒരു തെളിവും കാണാൻ പറ്റൂല. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കാൻ, മറ്റുള്ള ശക്തികളെ വിളിക്കാൻ, വ്യക്തികളെ വിളിക്കാൻ നിങ്ങൾക്ക് ഈ ഖുർആനിൽ നിന്ന് തെളിവ് കണ്ടെത്താൻ സാധിക്കൂല എന്ന് പറഞ്ഞത് ഇവിടുത്തെ സലഫികളല്ല, അള്ളാഹുവിന്റെ ഖുർആനാണ്. ലാ ബുർഹാന ലഹു ബിഹി. ശിർക്കിനും കുഫറിനും തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടൂല. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരെ, ബദരീങ്ങളെ, മമ്പറത്തെ തങ്ങളെ വിളിച്ച് സഹായം തേടാൻ പ്രമാണങ്ങളിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട് എന്ന് പറഞ്ഞത് എവിടെ? കാണാൻ പറ്റൂല. ഖുർആനിൽ ഒരു ആയത്തുമില്ല, സ്വഹീഹായ ഒരു ഹദീസുമില്ല. അള്ളാഹിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹിന്റെ റസൂല് തേടിയത് മുഴുവൻ അള്ളാഹുവിനോടാണ്. പ്രവാചകന്മാർ മുഴുവൻ തേടിയത് അള്ളാഹുവിനോടാണ്. അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന ആളുകൾ മുഴുവൻ തേടിയത് അള്ളാഹുവിനോടാണ്. പാപം പൊറുക്കാൻ തേടിയത് അള്ളാഹിനോടാണ്, റസൂലിനോടല്ല. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരി വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയോട് തേട്ടമാണ്. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി. അങ്ങാണ് പാപങ്ങൾ അങ്ങേയറ്റം പൊറുക്കുന്നവൻ. മാലയിലെ വരികളാണ്. തെറ്റെന്ന വാഹനത്തിൽ കയറിപ്പോയി, അന്യായം ചെയ്തു പോയി, അതുകൊണ്ട് അങ്ങയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇല്ല, ഖുർആനിൽ ഗഫാർ അല്ലാഹുവാണ്, ഗഫൂർ അല്ലാഹുവാണ്, തവ്വാബ് അല്ലാഹുവാണ്, അഫൂവ് അല്ലാഹുവാണ്. പാപം പൊറുക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവൻ, വിട്ടുവീഴ്ച സ്വീകരിക്കുന്നവൻ എല്ലാം അല്ലാഹുവാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഖുർആന്റെ ചോദ്യം, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദൻ നബി പടച്ചോനോട് പ്രാർത്ഥിച്ചു, ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ളലംനാ അൻഫുസനാ, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ, പടച്ചോനെ നീ പുറത്തു തന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദമും ഹവ്വയും പ്രാർത്ഥിക്കുക, നീ പുറത്തു തന്നില്ലേ ഞങ്ങൾ നഷ്ടക്കാരായി പോകും. എല്ലാറ്റിനും അള്ളാഹിനോടാ ചോദ്യം. മക്കളെ കിട്ടാൻ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു കുട്ടിയെ കൊണ്ടാ. റബ്ബി ഹബ്ലി മിൻ ലദൂക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്ന് ത്വയ്യിബത്തായ ഒരു സന്താനത്തെ നീ എനിക്ക് കൊണ്ടാ. ആര്? സക്കരിയ നബി. എപ്പോ? മറിയമിന് അള്ളാഹ് സുഭിക്ഷമായി ഫുഡ് ഇറക്കിക്കൊടുത്തത്, അതായത് കറാമത്ത് ഇറക്കിക്കൊടുത്തത് കണ്ടിട്ട്, കറാമത്ത് ഇറങ്ങിയ മറിയം ബീവിയോട് ചോദിക്കാതെ നേരെ അള്ളാഹിനോട്. രോഗം മാറാൻ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബിയുടെ പ്രാർത്ഥന, അല്ലെ? എത്ര പ്രാർത്ഥനകളാണ് ഖുർആൻ അഖിലവും ഉള്ളത്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. രോഗം ശിഫയാക്കുന്നത് ഏതെങ്കിലും തങ്ങളല്ല, ബീവിയല്ല, മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരല്ല, മറിച്ച് ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എൻ്റെ രോഗം ശമിപ്പിക്കുന്നത് അല്ലാഹുവാണ്. റസൂല പഠിപ്പിക്കുക, രോഗമുണ്ട്, വേദനയുണ്ട്, എന്ത് ചെയ്യണം? 3 തവണ ബിസ്മില്ലാ 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 പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു 7 തവണ ചെല്ലാൻ പറഞ്ഞു. സഹാബി അതുപോലെ ചെയ്തു, അദ്ദേഹത്തിന്റെ രോഗം മാറി. അല്ലേ? അസുഖമായ ചികിത്സിക്കാൻ പറഞ്ഞു. തദാവൂ ഫഇന്ന ലികുല്ലി ദാഇൻ ദവാ. നിങ്ങൾ ചികിത്സിച്ചോളൂ, രോഗത്തിനെല്ലാം മരുന്നുണ്ട്. അറിഞ്ഞത് അറിഞ്ഞു, അറിയാത്തത് അറിയാതെ കിടക്കുന്നു. അതുകൊണ്ട് രോഗമായ ചികിത്സിക്കണം. മാറുന്നില്ല, അവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി എല്ലായിടത്തും പോയി. അപ്പോൾ ആളുകൾ പറയാം, അവിടെ ഒരു തങ്ങളുണ്ട്, ഇവിടെ ഒരു ബീവിയുണ്ട്, അവിടെ പോയിക്കോ. പാടില്ല.
രോഗമായാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതാ ഇസ്ലാം പറയുന്നത്, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബസ് ഇശ്ഫി അൻത ശാഫി. അല്ലാഹ് നീ രോഗം മാറ്റിക്കൊണ്ട നീയാണ് ഷാഫി. അല്ലാഹ് നീ റിസ്ക് ഇറക്കിക്കൊണ്ട അൻതർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. നീയാണ് റസ്സാഖ്, റിസ്ക് കൊടുക്കുന്നവൻ നീയാണ്, മക്കളെ നൽകുന്നവൻ നീയാണ്. ആകാശഭൂമികളിൽ എല്ലാം നിയന്ത്രിക്കുന്നത് മരിച്ചുപോയ ഔലിയാക്കളല്ല, കുത്തുബുകളല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് ഖുർആൻ പറയാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ് സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറു. ആകാശത്തിനുപരി നിന്ന് ഭൂമിയിലെ കാര്യങ്ങളെ നിയന്ത്രിക്കണോൻ പടച്ചോനാണ്. ഖുർആൻ പരിശോധിച്ചാലേ അള്ളാനെ പരിചയപ്പെടുത്തുക എന്നല്ലാതെ വേറൊന്നുമില്ല. മഹാന്മാരെ പരിചയപ്പെടുത്തുന്നത്, പക്ഷേ ആ മഹാന്മാരുടെ കഥകൾ പറയുന്നത് പോലും അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയി. സാമിരി കാളക്കുട്ടി ഉണ്ടാക്കി. മൂസാ നബി അറിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്, മൂസാ ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅദല്ലഹുമുസ് സാമിരി. മൂസാ, താങ്കൾ തൗറാത്ത് വാങ്ങാൻ പോകുന്നപ്പോഴേ സാമിരി എന്ന് പേരുള്ള ഒരാൾ താങ്കളുടെ ജനതയെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി സങ്കടത്തോടെ ദേഷ്യപ്പെട്ട് തിരിച്ചു പോവാ. എന്നിട്ട് നാട്ടുകാരോട് ചോദിക്കാൻ, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്? ഹാറൂൻ നബിയോട് ചോദിക്കാൻ, നീ എന്തേ തടയാതിരുന്നു? സാമിരിയോട് ചോദിക്കുകയാണ്, ഫമാ ഖത്ബുക യാ സാമിരി. സാമിരി, എന്താ നിനക്ക് പറയാനുള്ള ന്യായം? പ്രവാചകന്മാരെല്ലാം അറിയും, പ്രവാചകന്മാരോട് ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഖുർആൻ പരിശോധിക്കണം. അള്ളാഹ് വഹയി കൊടുക്കുകയാണ് മൂസാ നബിക്ക്. അപ്പോഴാണ് അറിയണത് സാമിരി പഴപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെയും മൂസയുടെയും ഇലാഹാണ്, മൂസ ഇവിടെ മറന്നു വെച്ച് പോയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആരുണ്ടാക്കിയത്? ഈ പശുക്കുട്ടിനുണ്ടാക്കിയത്. മൂസ വന്നു, എല്ലാവരോടും ന്യായം ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തു. സാമിരിക്കുള്ള ബഹിഷ്കരണവും ഭ്രഷ്ടും പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇന്നമാ ഇലാഹുകുമുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസിഅ കുല്ല ശൈഇൻ ഇൽമാ. നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിലുണ്ടാക്കിയൊരു കാളക്കുട്ടിയല്ല, ഒരു മരമല്ല, മനുഷ്യനല്ല, മലക്കല്ല, ജിന്നല്ല, സൃഷ്ടികളല്ല. എല്ലാം പടച്ചോന്റെ സൃഷ്ടികളാണ്. എല്ലാം പടച്ചോന്റെ സൃഷ്ടികളാണ്. അല്ലാഹ് അല്ലാത്ത ഒരാൾ ഒന്നും ഉണ്ടാക്കിയില്ല. ഹദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇതൊക്കെ പടച്ചോന്റെ സൃഷ്ടിപ്പ് മൊത്തം പറഞ്ഞിട്ട് ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, എവറിത്തിങ് എല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാം, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി, കാണിച്ചേരി മാദാ ഖലഖല്ലദീന. അല്ലാഹ് അല്ലാത്ത ആരുണ്ടാക്കിയതെന്ന് കാണിച്ചേരി. നമ്മളെപ്പോലെ മനുഷ്യന്മാരായിട്ട് ജീവിച്ച് അവസാനം ചെന്നി പറഞ്ഞ് ഇവിടുന്ന് മാനസിക രോഗികളായി ഭ്രാന്തന്മാരെ പോലെ അങ്ങാടിയിലോ ഡ്രസ്സ് പോലും ഇടാതെ നടന്നു പോയ ആൾക്കാർ മരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഖബർ പൊങ്ങുക, അവിടെ പിന്നെ പ്രാർത്ഥനകൾ, അവിടെ വഴിപാടുകൾ, അവിടെ നേർച്ചകൾ, അവിടെ പൂരങ്ങൾ, അവിടെ ആഘോഷങ്ങൾ. ഇത് ഖുർആനിലുണ്ടോ? ഇത് ഹദീസിലുണ്ടോ? ഖുർആനിലും ഹദീസിലുമുള്ള നബിക്കും സഹാബത്തിനും പരിചയമുള്ളത് എന്താണോ അതാണ് ദീന്. ഇതല്ല ദീന്. അതുകൊണ്ട് വിശ്വാസത്തിൽ കളങ്കമില്ല എന്ന് ഉറപ്പിക്കണം. കാരണം എന്താ പറയുക, വെരി ഡേഞ്ചറസ് ആണ്. റസൂൽ പറ, ശിർക്ക് നിങ്ങളിലേക്ക് ഉറുമ്പരിച്ചു വരുന്ന പോലെ വരും. ഉറുമ്പരിച്ചു വരുന്ന പോലെ വരും. ചില ആൾക്കാർ പറയും, ഞങ്ങൾ ശിർക്കാക്കാണ്, ഞങ്ങളെ കുഫറാക്കാണ്, ഞങ്ങൾ വൈവേച്ചവരാണെന്ന് പറയാണ്. അല്ല സഹോദര, ദഅവത്ത് എന്ന് പറയുന്ന കച്ചറുണ്ടാക്കാനുള്ളതല്ല. ദഅവത്ത് നടത്തുന്ന ആളുകളുടെ വിശ്വാസവും കർമ്മവും സ്വഭാവവും ഒക്കെ നന്നാവാനാണ്, ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ്, ബഹളം ഉണ്ടാക്കാനല്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് പറയുന്നത് എന്താണ്, അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ പകർത്തണം. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതൊരിക്കലും ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ പറയാൻ പാടില്ല. തെളിവില്ലാത്ത കാര്യങ്ങൾ, പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ മാലകൾ, മൗലീദുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഗദ്യപദ്യ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്ക് തൊള്ളി തോന്നി ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും എന്താണോ തോന്നുന്നത് അതൊക്കെ പറയാം. ഓരോരുത്തരും പുതിയ 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 പരിപാടികൾ, സ്വലാത്തുകൾ,
ദിക്റുകൾ, പല സംഗതികൾ ഓരോരുത്തരും തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുക. 10 കൊല്ലം മുമ്പത്തെ നബിദിനല്ല ഇപ്പോ മാറി 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 വരിക. ഇസ്ലാമിന് ഭയങ്കര അടിത്തറയുള്ളൊരു കർമ്മമാണെന്ന് പറയുന്ന ഈ മൗലിദാഘോഷം മാറി 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 വന്നുകൊണ്ടിരിക്കുക. നിസ്കാരം മാറിയണോ? സുബൈൻ്റെ റക്കായത്ത്, അന്നത്തെ സുബൈന് എന്നത്തെ സുബഹ്, അന്നത്തെ ളുഹർ, അന്നത്തെ അസർ അതുപോലെയാണ് ഇന്നുള്ളത്. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രമാണത്തിലുള്ള വിശ്വാസം, പ്രമാണം പറയുന്നത് അള്ളാഹുവിനെ വിളിക്കാൻ, അള്ളാഹിനോട് തേടാൻ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹു ഉണ്ട് നിങ്ങൾക്ക്. അമ്മയുജീബുൽ മുൽതർ ഇദാ ദആഹു ഫയക്ഷിഫുസ്സൂ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചു, നിങ്ങൾ അള്ളാഹിനോട് തേടി, അവൻ നിങ്ങൾക്ക് നീക്കിത്തരും. അവനല്ലാതെ ആരാണ് നിങ്ങൾക്ക് മുസീബത്ത് ബാധിച്ചാൽ നീക്കിത്തരാനുള്ളത്? പക്ഷെ ബദർ മൗലീദിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ബാധിച്ചാലും അവൻ വിളിക്കേണ്ടത് യാ അഹ്ല ബദരി ശുഹദാ, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ ബദരീങ്ങളെ എന്ന് വിളിച്ചോളീൻ. അതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് സുഹൃത്തുക്കളെ? തനിച്ച ശിർക്കാണ്. അതുകൊണ്ട് ശിർക്കിലേക്ക് പോകാണ്ട്, കുഫറിലേക്ക് പോകാണ്ട്, മാറ്റത്തിരുത്തലുകളില്ലാത്ത, കടത്തിക്കൂട്ടലുകളില്ലാത്ത പച്ചയായ പ്രമാണത്തെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. റസൂൽ പറയാണ്, ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കൂല, ഹത്താ തുഅബദല്ലാത്തു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്ന കാലഘട്ടം വരുന്ന്. ഇസ്ലാമിന്റെ വിശ്വാസം മാത്രമല്ല, ഇതര മതസ്ഥരുടെ കുഫ്രിനടിസ്ഥാനമായിട്ടുള്ള വിശ്വാസങ്ങളെ പോലും മുസ്ലിങ്ങൾ പേറുന്ന സാഹചര്യം. വാസ്തുദേവൻ എവിടെയുള്ളത്? ഏത് പ്രമാണത്തിലാണ് ഉള്ളത്? ഒരു വീട് വെക്കുമ്പോൾ അതിന്റെ കന്നിമൂല നോക്കണമെന്നും അവിടെ വാസ്തുദേവന്റെ തല വരുന്ന ഭാഗമാണെന്നും ആ തല വരുന്ന ഭാഗത്ത് വെള്ളമോ മാലിന്യങ്ങളോ നിക്ഷേപിക്കപ്പെട്ടാൽ അയാൾ ആ വീട്ടിലുള്ള ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കുമെന്നും ഏത് ആയത്തിലുണ്ട്, ഏത് ഹദീസിലുണ്ട്, ഏത് സ്വഹാബിക്ക് പരിചയമുണ്ട്? അള്ളാന്റെ പ്രവാചകൻ എത്ര പേർ വീട് വെച്ചു, സ്വഹാബത്ത് എത്ര പേര് വീട് വെച്ചു, അവരെല്ലാം ഇത് നോക്കിയണോ? അതുകൊണ്ട് ഇസ്ലാമിന് തെറ്റിപ്പോയെന്ന് മാത്രമല്ല, ഇതര മതസ്ഥരുടെ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കുഫ്രൻ വിശ്വാസങ്ങൾ പോലും മുസ്ലിങ്ങൾ പേറുന്ന സാഹചര്യം ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തെറ്റിപ്പോകുന്ന റസൂലുള്ള പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ ഓർമ്മപ്പെടുന്നത്. തെറ്റാതിരിക്കാൻ. എന്തിനാ ഈ റോഡ് സൈഡിലൊക്കെ സൈൻ ബോർഡ്? അപകടം സംഭവിക്കാതിരിക്കാനാണ്, അല്ലേ? സ്റ്റാൻഡ് തട്ടാതെ ഒരാൾ വണ്ടി പോകുമ്പോൾ നമ്മൾ വിളിച്ചു പറയും, ഏയ് സ്റ്റാൻഡ് തട്ട്. അയാളാരാ? ഓൻ്റെ മതമേതാ? ഓൻ എന്തിനാ പോണ്? ഒന്നും അറിയില്ല. പക്ഷെ ആ മനുഷ്യന്റെ തൊട്ടപ്പുറത്തെ വളവിൽ അയാൾ മറിഞ്ഞു വീഴുന്നത് നമ്മൾ മനസ്സിൽ കാണുകയാണ്. അതുകൊണ്ട് ദഅവത്ത് നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമുണ്ട്, എൻ്റെ ഉമ്മത്ത് ശിർക്കിലേക്ക് പോകും. എന്നെ ആരാധിക്കരുത് നിങ്ങൾ, എൻ്റെ ഖബറിനെ പൂജിക്കരുത് നിങ്ങൾ, എൻ്റെ ഖബറിനെ ആരാധനയുടെ കേന്ദ്രമാക്കരുത് നിങ്ങൾ. ജൂത ക്രൈസ്തവർക്ക് പറ്റിയത് അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറിടത്തെ ആരാധന കേന്ദ്രമാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളാണ് നബി. എന്നിട്ട് നബിനോടൊക്കെ ചോദിക്കണേ, പാപമോചനം ചോദിക്കുക, ശഫാഅത്ത് ചോദിക്കുക. ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ. പരലോകത്ത് വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ, നബിയേ അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ നീ ആദരിക്കണമേ, ഞങ്ങൾക്ക് നീ ശഫാഅത്ത് നൽകണമേ. നബിനോട് നബി എന്താ പറഞ്ഞേ? ലാ തത്റൂനി കമാ അത്റത്തി നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബിനെ ദൈവമാക്കിയ പോലെ നിങ്ങൾ ഇന്നെ ദൈവമാക്കല്ലേ. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാ, അള്ളാന്റെ അടിമയാണ്, വറസൂലു, റസൂലാണ്. ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇൻദീ ഖസാഇനുല്ലാ വലാ അഅലമുൽ ഗൈബ, എൻ്റെ അടുത്ത് അള്ളാന്റെ ഖജനാവുണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് അദൃശ്യം അറിയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ചെയ്യും, നബിൻ്റെ അടുത്ത് ശത്രുക്കൾ വന്നിട്ടേ ഖുർആൻ പഠിച്ച കുറച്ച് ആൾക്കാരെ വിട്ടുതരാൻ പറഞ്ഞു. 70-ലധികം ഹാഫിലിങ്ങളെ റസൂൽ വിട്ടുകൊടുത്തു. ശത്രുക്കൾ കൊണ്ടുപോയിട്ട് കൊന്നു അവരെ. റസൂലുള്ളാഹിക്ക് അദൃശ്യം അറിയായിരുന്നെങ്കിൽ നബി വിടുവോ? വിഷം പുരട്ടിയ മാംസം വേവിച്ച് വെച്ച് നബിയെ സൽക്കരിച്ചു ജൂത സ്ത്രീ. പ്രവാചകൻ പോയി കഴിച്ചു, കൂടെയുള്ള സഹാബി മരിച്ചു. മരണത്തിന്റെ വേളയിൽ മുത്തുനബി ആയിഷ ബിവിയോട് പറഞ്ഞു, ആയിഷ, അന്ന് ആ ജൂത സ്ത്രീ തന്ന വിഷം പുരട്ടിയ മാംസത്തിന്റെ വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സഹാബത്ത് ആരെങ്കിലും വിശ്വസിച്ചണോ? ഞങ്ങൾ എവിടെയാണെങ്കിലും നബി ഞങ്ങളെ കാണും, അറിയുന്നു.
ഇല്ല, അത് അള്ളാഹിലുള്ള വിശ്വാസമാണ്. അത് അള്ളാഹിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയാണ്. യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണവൻ, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണവൻ. മുസ്ലിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരെന്താ വെച്ചാൽ ഔലിയാക്കൾ മനസ്സ് കാണും, അറിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാ ഞാൻ നിങ്ങളുടെ കൽബകം എന്ന് പറയുന്നത്. കുപ്പിക്കകത്തുള്ള വസ്തു എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഞാൻ കാണുന്നു മൊയ്തീൻ ശേഖ് പറഞ്ഞു. മൊയ്തീൻ ശേഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഉണ്ടാക്കിയ മാലക്കാരൻ പറഞ്ഞ വാക്കാണത്. മൊയ്തീൻ ശേഖ് പറഞ്ഞ എന്താ അറിയോ? ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയിൽ നീ അല്ലാഹനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ ആളാ മൊയ്തീൻ ശേഖ്. അദ്ദേഹത്തെ കുറിച്ച് പറയാം, അദ്ദേഹം എല്ലാം കാണും, അറിയും, ഹാദിറാക്കാണ്, സദസ്സിൽ വിളിച്ച് ചോദിക്കാണ്. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടുന്ന് വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അല്ല പറഞ്ഞതാ. പക്ഷെ പറയണ ആരെ കുറിച്ചാ? മൊയ്തീൻ ശേഖിനെ കുറിച്ചാ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലേ? തൗഹീദിന് വേണ്ടി മരണപ്പെട്ടു പോയ ഷഹീദായ ബദരീങ്ങളോട് വിളിച്ച് ദീനിന്റെ തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ജീവിതം കാലഘട്ടം കഴിച്ചു കൂട്ടിയ ഒരുപാട് നല്ല മനുഷ്യന്മാരോട്, അവരോടാ മുസ്ലിം ഉമ്മത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കണം എന്ന് മുമ്പ് പറഞ്ഞു, ഇപ്പൊ പറയണ പച്ചക്ക് പ്രാർത്ഥിച്ചു. നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുമ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, സഹായം തേടി, ഇടതേട്ടം നടത്തി. പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിച്ച് കൂട്ടുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്, എന്തൊക്കെയാണ് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പേരിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം, ആശയം നമ്മൾ പഠിക്കണം. ഈ ചൊല്ലിപ്പറയുന്ന വരികളുടെ അർത്ഥം എന്താണ്? എൻ്റെ സഹപ്രവർത്തകനോട് ഞാൻ ചോദിച്ചു, അശ്ശഫാഅത്ത ഹബ്ലൻ്റെ അർത്ഥം എന്താ അറിയിച്ചു? ഇല്ലാറും പച്ച മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കാണിച്ചു കൊടുത്തു, ഇതോ നോക്കിയാറും. ഇതിലെന്താ കുഴപ്പം ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇതിൽ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ് ശഫാഅത്ത്. ശ്രദ്ധിക്കുന്നില്ല ആളുകൾ. അതുകൊണ്ട് തന്നെ ശരിയായ വിശ്വാസം ഉണ്ടാവുക, ശരിയായ കർമ്മങ്ങൾ, കുറേ കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതല്ല. അഹ്സനു അമല, ഏറ്റവും നല്ല അഹ്സനായ അമല്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹത്തായ അമല്. എപ്പോഴാ അഹ്സനാവുക, എപ്പോഴാ സ്വാലിഹത്താവുക? അള്ളാഹ് പഠിപ്പിക്കണം, റസൂല് പഠിപ്പിക്കണം, അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. അപ്പോഴാ അമല് സ്വാലിഹാവുക. എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ പോരാ, പ്രമാണത്തിലുള്ളത് ചെയ്യണം. ഖുർആൻ പറഞ്ഞതുപോലെ ചെയ്യണം, ദീന് പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ ദീനിന്റെ വഴിയിലാവുക. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പഠിപ്പിച്ചെന്നു ദീന് മൊത്തം. അള്ളാന്റെ ഖുർആന് നമ്മളോട് പറഞ്ഞു എന്ത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. പരലോകത്ത് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നോ, അള്ളാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുത്തുനബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആരെയാ നമ്മൾ പിൻപറ്റേണ്ടത്? നബിനെ. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ എല്ലാവരും സ്വർഗ്ഗത്ത് പോകും. ആരാ വിസമ്മതിച്ചവർ? മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ അനുസരിച്ചവർ സ്വർഗ്ഗത്ത് പോകും, എനിക്ക് അനുസരണക്കേട് കാണിച്ചവർ അവരാണ് വിസമ്മതിച്ചവർ എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്ലാം പറയുന്ന കർമ്മങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങൾ, നിസ്കാരം 5 നേരം, അത് ചിട്ടയായി വൃത്തിക്ക് ഖുശൂഓടെ ഭക്തിയോടെ പടച്ചോന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ബോധത്തോടെ മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കി ആത്മാർത്ഥമായി ചെയ്യണം. ഒരാളെ നമ്മൾ വിളിച്ചുകൊണ്ടേ നിൽക്കുകയാണ്, അയാൾ തീരെ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ കാണുന്നില്ല, ഭയങ്കര അവഗണന. അപ്പോൾ നേർക്ക് നേരെ കാണാൻ അവസരം കിട്ടുമ്പോൾ നമ്മളെന്താ പറയുക? എന്തിഷ്ടം, എത്ര വിളിച്ച് എത്ര മെസ്സേജ് അയച്ച്, നോ റെസ്പോൺസ്. എന്താ എനിക്ക് എന്നോടുള്ളത് ചോദിക്കൂലേ?
അല്ലേ? ചോദിക്കൂലേ? പള്ളിമിനാരത്തിൽ നിന്ന് വിളി വരികയാണ്, അല്ല വിളിക്കാണ്, ഹയ്യ അലസ്സലാ അസ്സലാത്തു ഖൈറും മിനൻ നൗം. അള്ളാന്റെ വിളി കേൾക്കുന്നുണ്ടോ? യുവാക്കൾ കേൾക്കുന്നുണ്ടോ? ഫുട്ബോളിന്റെ വിളി, ക്രിക്കറ്റിന്റെ വിളി, കൂട്ടുകാരുടെ വിളി, സിനിമാ പോസ്റ്ററുകളിലൂടെയുള്ള വിളി, ഇതെല്ലാം കേട്ടവർ, യൂട്യൂബർമാരുടെ, ബ്ലോഗർമാരുടെ പിന്നാലെ കുതിച്ചോടുന്നവർ, അള്ളാഹുവിന്റെ വിളി, വായു തന്ന, വെള്ളം തന്ന, ജീവൻ തന്ന, നമ്മെ നാമാക്കിയ, നമുക്കെന്തെല്ലാം ഉണ്ടെന്ന് നാം പറയുന്നുണ്ടോ അതെല്ലാം നമുക്ക് കനിഞ്ഞു നൽകിയ റബ്ബായ, മാലിക്കായ, ഖാലിഖായ, മുദബ്ബിറായ പടച്ച റബ്ബ് അവൻ വിളിക്കുക. പള്ളിമിനാരത്തിൽ നിന്ന് ഉത്തരം കൊടുക്കണം സഹോദരന്മാരെ. കണ്ണു കാണാത്ത സ്വഹാബിയോട് പള്ളിക്ക് വരണം എന്ന് പറഞ്ഞില്ലേ റസൂലുള്ളാഹ്? ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ പള്ളിയിലേക്ക് വരണം. ആരോട്? കണ്ണു കാണാത്ത സ്വഹാബി. വീട് ദൂരെയാണ്, വഴി ദുർഘടമാണ്, കണ്ണു കാണാത്ത പ്രയാസമാണ്, കൂടെ വഴി കാണിക്കാൻ ആളുമില്ല, സുബഹ് രാത്രിയാണ്, എന്ത് ചെയ്യണം? ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? പള്ളിയിൽ വരണം. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കർമ്മങ്ങൾ ചിട്ടയോടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സുഹൃത്തുക്കളെ, പരലോകത്ത് നമ്മളെങ്ങനെ കാണാറിയേക്ക് ഉറൽ മുഅജ്ജലീൻ, മുഖവും കൈകാലുകളുമൊക്കെ വെളുത്തവരായിക്കൊണ്ട്, ആഭരണം ധരിപ്പിക്കപ്പെട്ടവരായിക്കൊണ്ട്. എന്തേ കാരണം? നിസ്കാരം. നബിയോട് സ്വഹാബി പറയാം, നബിയേ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് വഴിയാണ് അതിനുള്ളത് നബിയെ ഒന്ന് പറയൂ. റസൂൽ പറയുകയാണ്, ഫഅഇന്നി അലാ ദിക്രിക ബികസ്റതി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചോ. ഫർളും സുന്നത്തുമായ നിസ്കാരം. നിസ്കാരം എന്താ പറയുക? നമ്മളെ സൃഷ്ടിച്ച പടച്ചോനോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുക. പടച്ചോനോട് സംസാരിക്കാൻ, പടച്ചോനോട് നമ്മുടെ വ്യഥകൾ പറയാൻ. അല്ലാഹുവിന്റെ തെറ്റുകൾ എന്നെ വിഷമിപ്പിക്കുന്നു. ബാഇദ് ബൈനി വബൈനൽ ഖതായായ കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും വിദൂരമാക്കിയവനെ, എൻ്റെ പാപങ്ങളെയും എന്നെയും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അന്തരത്തിലേക്ക് നീ മാറ്റണമേ. മനസ്സ് തുറന്നിങ്ങനെ പടച്ചവനോട് സംസാരിക്കുക. മാത്രമല്ല, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമ്മളെ തലയിലും നമ്മുടെ മുതുകിലൊക്കെ വന്ന് നിൽക്കും. സുജൂദിലും റുകൂഇലും അത് കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരാധനകളുടെ കാര്യം, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട അള്ളയും റസൂലും പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അത് നമസ്കാരം, നോമ്പ്, ദിക്റുകൾ, ദുആകൾ, പുണ്യപ്രവർത്തനങ്ങൾ അധികരിപ്പിക്കണം. കാരണം ഈ മരിക്കണ ആൾക്കാരൊക്കെ പറയണ എന്തറിയോ? റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ചെയ്യാതെ മാറ്റിവെച്ച സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ. ആൾക്കാരെന്താ പറയുക? തിരക്കാണ്, ജോലിയാണ്, വീട്ടിൽ പണിയാണ്, കുട്ടി ചെറുതാണ്, എന്തൊക്കെ കാരണങ്ങളാ പറയാ. എന്നാ ബാക്കി കാര്യത്തിനൊന്നും ആ തടസ്സമില്ലല്ലോ. ഉണ്ടോ? കല്യാണത്തിന് തടസ്സമുണ്ടോ? കുടിയിരിക്കലിന് തടസ്സമുണ്ടോ? യാത്രക്ക്, ടൂറിന്, മറ്റെന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടോ? ഇല്ല. തടസ്സമുണ്ടാകരുത്. കാരണം പരലോകത്ത് വെച്ച് പറയാൻ അറിയോ? യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ പടച്ചോനെ. അവന് ആർക്കും വേണ്ടി ജീവിച്ചിനെ? ആർക്കും വേണ്ടി ഓടി നടന്നത്? കുടുംബം, മക്കള്, ജോലി, പഠനം, അല്ലേ, ഫ്രണ്ട്സ്, യാത്ര, ടൂറ്, അത് ഇത്, ഗെയിം, ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് ഓടുക. പരലോകത്തുനിന്ന് പറയും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ച ആരാധനകൾ ചിട്ടയോടെ, വൃത്തിയോടെ ചെയ്തു പോരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മഹത്തായ പ്രത്യേകത എന്താ പറയുക? ജീവിതത്തിലെ എല്ലാ രംഗത്തും പാലിക്കേണ്ട അദബുകൾ പഠിപ്പിക്കുന്നു ഇസ്ലാം. ഇമാം മാലിക് റഹിമഹുല്ല പറയാണ്, നീ അദബ് പഠിക്കണം. ഒരാൾ ഉപദേശിക്കുക, നീ അദബ് പഠിക്കണം. ഞാൻ 20 കൊല്ലം ഇൽമും 30 കൊല്ലം അദബുമാണ് പഠിച്ചത്. നിങ്ങൾ ചോദിക്കി, നമ്മൾ നേരം വെളുത്ത് എണീറ്റ് മുതൽ നമ്മൾ ബെഡിലേക്ക് പോകുന്നവരെ ചെയ്യുന്ന മുഴുവൻ കാര്യത്തിനും ഇസ്ലാമികമായ കൽപ്പനകളുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ രംഗത്തും വസ്ത്രം, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് തിരഞ്ഞെടുത്തുകൂടെ? എൻ്റെ ഗ്ലാമറല്ലേ ഞാൻ നോക്കേണ്ടത്? ആണുങ്ങളെ ഞാൻ നോക്കേണ്ടതുണ്ടോ? ഇതൊന്നല്ല. ഒരു മുഅ്മിനാണോ, മുസ്ലിമാണോ, നീ നോക്കേണ്ടത് മാദാ ഖാലല്ലാഹ് വമാദാ ഖാലൻ നബി, അല്ല എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അതാ നോക്കണ്ടേ. പലിശയില്ലാണ്ട് ഞാനെങ്ങനെ ബിസിനസ് നടത്തും, വണ്ടി എടുക്കും, ഫോൺ വാങ്ങും, കുട്ടികളെ പഠിപ്പിക്കും എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. നീ ഒരു മുസ്ലിമാണോ?
അള്ളയും റസൂലും എന്ത് പറഞ്ഞു? അതാ നോക്കണ്ടേ. യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. അല്ലാഹു പലിശയെ നിർവീര്യമാക്കും, സദഖയെ അല്ലാഹു പരിപോഷിപ്പിക്കും. നിഷിദ്ധമായി വിമർശിച്ച കാര്യമാണ്. എല്ലാം പറഞ്ഞ് യുദ്ധം വരെ പ്രഖ്യാപിച്ച് അവസാനം ഇനിയും നിങ്ങൾക്ക് മാറ്റാൻ തയ്യാറല്ലേ? വത്തഖൂ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചോ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ച് പലിശന്റെ ചർച്ച അൽ ബഖറയിൽ. അപ്പം നമ്മൾ ന്യായങ്ങൾ പറയുന്ന ആൾക്കാരാവരുത്. ഈ സ്വാതന്ത്ര്യം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. എവിടെ ഒരാൾക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യമുള്ള, ഞാൻ വില കൊടുത്ത് വാങ്ങിയ വാഹനം എനിക്കിഷ്ടമുള്ള വരെ ഓടിക്കാൻ പറ്റൂ. ഇവിടെ ട്രാഫിക് റൂൾസ് ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. സ്വാതന്ത്ര്യം വിളമ്പുന്ന ആളുകൾ എയർപോർട്ടിൽ നേരെ കയറി ചെന്ന് ഫ്ലൈറ്റ് കുത്തിരിക്കല. എന്തെല്ലാം പ്രൊസീജിയേഴ്സ് കടന്നിട്ടാ പോകുന്നത്. അവർ സ്കൂളിൽ പോയത് തോന്നിയ സമയത്ത് കയറി ചെന്ന് തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോന്നൊക്കെ ആണോ? ഈ സ്വാതന്ത്ര്യം പറയുന്ന ആളുകൾ എല്ലായിടത്തും ഉപയോഗിക്കണ്ടേ? അവർ നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്നു, നിയമം പാലിച്ച് യാത്ര ചെയ്യുന്നു, നിയമം പാലിച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നു, നിയമം പാലിച്ച് അവരിവിടെ ഒരു പൗരനായി ജീവിക്കുന്നു. മതത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം എന്തിന് നിയമം, എന്തിന് നിയന്ത്രണം? നമുക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്നവരുടെ ദുരുദ്ദേശം തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അവിടെ നിന്ന് കുറെ റീൽസും ഷോർട്സും കണ്ടിട്ട് ശരിയാണല്ലോ, ആണുങ്ങളല്ലേ, ആണുങ്ങളെ കണ്ണിൻ്റെ കുഴപ്പമല്ലേ, നമ്മുടെ ഡ്രസ്സിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ആണിൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ ഇസ്ലാം പറഞ്ഞാണ്. പെണ്ണിനോട് വേഷം ധരിക്കാൻ പറഞ്ഞ ഇസ്ലാം ആണിനോട് കണ്ണിനെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന് വേഷം നന്നാക്കൽ എത്ര ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നുണ്ടോ, അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആണിന് കണ്ണ് നിയന്ത്രിക്കുക എന്നുള്ളത്. അല്ല, ആണിനെ അങ്ങനെ വിട്ടക്കല്ല, പെണ്ണിനെ അങ്ങനെ അടിച്ചമർത്തി പിരിച്ചു ഒരു മൂലക്കെട്ടിട്ട് ആണ് നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചോളൂ, നിങ്ങൾ നമ്മളെ ചങ്കുകളല്ലേ എന്ന് പറഞ്ഞക്കല്ല. ആണുങ്ങൾക്ക് റൂൾസ് ഉണ്ട്, പെണ്ണുങ്ങൾക്ക് റൂൾസ് ഉണ്ട്. രണ്ട് കൂട്ടർക്കും ഒരുപോലെയുള്ള കാര്യങ്ങളുണ്ട്. രണ്ട് കൂട്ടരുടെയും പ്രകൃതവും അവരുടെ ഹൈറും ബറക്കത്തും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇസ്ലാം. ഒറ്റ കാര്യം, വായുവും വെള്ളവും ജീവനും സൗകര്യങ്ങൾക്കുമിടയിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്ത പടച്ചോൻ വ്യത്യസ്ത നിയമങ്ങൾ ചില വിഷയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, എനിക്ക് റബ്ബ് ഒരിക്കലും എന്നോട് അനീതി കാണിക്കൂല. അല്ലാഹ് ഒരാളോടും അനീതി കാണിക്കാത്തവനാ, നീതിമാനാണ്. അപ്പൊ വ്യത്യസ്ത വേഷം, വ്യത്യസ്ത കൾച്ചർ ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈറിന് വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചോളെ, ഉറച്ചു വിശ്വസിക്കുക. അയച്ചിട്ടെടുക്കലല്ലോ, മറച്ച് നടക്കുക. വിലപിടിപ്പുള്ള സാധനം മറച്ച് സംരക്ഷിച്ച് നടക്കും. നിന്റെ ബോഡി വാല്യബിളാണ്. ഇസ്ലാമിൻ്റെ ഓരോ കൽപ്പനകളും പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റണം. സുഹൃത്തുക്കളെ, പ്രമാണം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന കാര്യം. ഇന്ന് സാധ്യത കൂടുതലാണ്. ഓൺലൈനിൻ്റെ കാലം, ഫോണിൻ്റെ കാലം, ഒരുപാട് അശ്ലീലങ്ങൾ, അനാവശ്യങ്ങൾ കാണാനുള്ള അവസരം. കാണില്ലെന്നും കേൾക്കില്ലെന്നും ആസ്വദിക്കില്ലെന്നും തീരുമാനിച്ചവരുടെ രാവിലും പകലിലും നിരന്തരമായി അശ്ലീലങ്ങളും ആഭാസങ്ങളും അനാവശ്യം കുത്തി നിറച്ച ദൃശ്യങ്ങളും കാണാനുള്ള ചാൻസ് വരുമ്പോൾ സൂക്ഷിച്ചോ, നമ്മുടെ പരലോകം ആരെങ്കിലും കവർന്നു കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. നമ്മുടെ സമയം നമുക്ക് പടച്ചോന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ളതാണ്. ആരെങ്കിലും അവരുടെ താല്പര്യത്തിന് വേണ്ടി കുത്തി നിറച്ച മാലിന്യങ്ങൾ കാണാനുള്ളതല്ല. ലോകോത്തര വേശ്യകൾ അവർക്ക് ഡോളറുകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് HD ക്ലാരിറ്റിയുള്ള ക്യാമറയുടെ മുന്നിൽ സിനിമകൾ ചിത്രീകരിക്കുന്ന പോലെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ അശ്ലീലങ്ങൾ കണ്ടാസ്വദിക്കാനുള്ളതല്ല നമ്മുടെ കണ്ണ്, അതിനുള്ളതല്ല നമ്മുടെ ഡിവൈസ്, അതിനുള്ളതല്ല നമ്മുടെ യൗവനം. പടച്ച റബ്ബ് അനുവദിച്ചത് കണ്ടും ആസ്വദിച്ചും അനുഭവിച്ചും റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ളതാണ് നമ്മുടെ എനർജി, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി. ഇതൊക്കെ പടച്ചോൻ തന്നതാ, നമ്മൾ ഉണ്ടാക്കിയതല്ല. HD ക്ലാരിറ്റി ഉള്ള കണ്ണ് പടച്ചോൻ തന്നതാ, കാത് പടച്ചോൻ തന്നതാ, നാവ്, സംസാരശേഷിയുള്ള നാവ് അല്ലാഹ് തന്നതാ, കൈയും കാലും തന്നത് പടച്ച റബ്ബാണ്, അത് മറക്കരുത്. അതുകൊണ്ട് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റണം. ചേർക്കേണ്ട ബന്ധങ്ങളെ ചേർക്കാൻ, മുറിച്ചു കളയേണ്ടതിനെ മുറിച്ചു കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇഷ്ടപ്പെട്ടു പോയി, അടുത്തുപോയി, സ്നേഹിച്ചു പോയി എന്നല്ല, ഏറ്റവും അധികം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം സ്വന്തം പെണ്ണിനോടല്ല, സ്വന്തം കാമുകിയോടല്ല, സ്വന്തം കാമുകനോടല്ല. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്,
ഈ ലോകത്തിന് സൃഷ്ടിച്ച പടച്ചോനെയാണ് ഒരു വിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സുഖത്തേക്കാൾ, നമ്മുടെ സന്തോഷത്തേക്കാൾ, നമ്മുടെ സംതൃപ്തിയേക്കാൾ, നമ്മുടെ ആസ്വാദനത്തേക്കാൾ, നമ്മുടെ രസത്തേക്കാൾ, നമ്മുടെ അഭിരുചിയേക്കാൾ നാം അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, റസൂലിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്. അത് എല്ലായിടത്തും എനിക്ക് പറ്റിയുണ്ടെന്ന് പരിശോധിക്കുക. നാട്ടുകാരുടെ മുമ്പിൽ നമ്മളെല്ലാവരും മാന്യന്മാരാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ ആരാണ്? അള്ളാഹ്ക്കാൾ നമ്മളെ രഹസ്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ നമ്മൾ തിരുത്തണം. ലഹരി ഉപയോഗങ്ങൾ, അവിഹിതങ്ങൾ, അനാവശ്യങ്ങൾ, ഹറാമായി പരിചയപ്പെടുത്തിയ നൂറുകണക്കിന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം. വിടവാങ്ങാൻ നമുക്ക് പറ്റണം. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാകണം. ആരാനെ പറ്റിച്ച് കണക്ക് പറഞ്ഞ് പണം വാങ്ങി, സ്ത്രീധനം വാങ്ങി, അതുകൊണ്ട് കാറ് വാങ്ങി, അതുകൊണ്ട് ബിസിനസ് നടത്തി നീ എത്ര വളരും? ഒരന്യന്റെ വിയർപ്പ് നക്കി കുടിച്ച് എത്ര കാലം സുഖിച്ച് ജീവിക്കാം? നിനക്ക് അർഹതയില്ലാത്ത ഒരണപ്പൈസ നിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പട്ടിണി കിടന്നാലും ശരി, ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് സ്വഹാബി വനിതമാർ സ്വന്തം ഭർത്താക്കന്മാരോട് പറഞ്ഞ എന്തിനാ അറിയോ? തീ തിന്നാൻ പറ്റൂല എന്നുള്ളതുകൊണ്ടാ. പിഞ്ചു മക്കളുടെ രക്ഷിതാക്കളെ നിങ്ങളോട് പറയാം, പുരുഷന്മാരോട്, ഉമ്മമാരോട് പറയാം. എന്ത്? ഉമ്മമാര് ഭർത്താക്കന്മാരോട് പറയാം, നിങ്ങൾ അധികം റിസ്ക് എടുക്കൊന്നും വേണ്ട. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഹലാലായ പൈസ മതി. അതിനുള്ള ചെലവുണ്ടാക്കി കൊടുത്താൽ മതി. അതിനുള്ള ചെലവ് മതി. നിങ്ങളോട് പറയാം, ഈ പിഞ്ചു മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അന്നം അത് അന്യനെ പറ്റിച്ചതാകരുത്, അത് ഹറാമായതാകരുത്, അത് പലിശ കലർന്നതാകരുത്, ഒരിക്കലും അത് കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്നും കള്ളക്കടത്തും നടത്തി ഉണ്ടാക്കിയ പണമാകരുത്. കാറും വീടും പത്രാസും ഉണ്ടായിട്ട് കാര്യമല്ല, അള്ളാന്റെ ബറക്കത്ത് വേണം. അതുകൊണ്ട് സമ്പാദ്യം ഹലാലാകണം. നമ്മുടെ വേഷവിധാനങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളതല്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾ ലൈക്ക് തരുന്നുണ്ടോന്നല്ല, അള്ള ലൈക്ക് തരുമോ എന്നുള്ളതാണ്. അള്ള ലൈക്ക് തന്നാൽ ലോകം മൊത്തം ലൈക്ക് തരും. ഇന്നല്ലേ ഹസനത്തുൽ ളിയാഅം ഫിൽ വജ്ഹ് വനൂറൻ ഫി സദർ വസഅതൻ ഫി റിസ്ഖ് വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. നീ നന്മ ചെയ്ത് ജീവിക്കുന്നുണ്ടോ, നിന്റെ മുഖത്ത് പ്രസന്നതയുണ്ടാകും, നിന്റെ റിസ്ഖിൽ വിശാലതയുണ്ടാകും, നിന്റെ കാര്യത്തിൽ ബറക്കത്തുണ്ടാകും, ആളുകൾ നിന്നെ സ്നേഹിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാ. അതുകൊണ്ട് അള്ളാഹ്ക്ക് പ്രാധാന്യം കൊടുത്തോ, ആളുകൾ നമുക്ക് പ്രാധാന്യം തരും. അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് ആളുകളുടെ പ്രാധാന്യത്തിന് നമ്മൾ പോയോ, അള്ളാഹ് നമ്മളെ കൈവിട്ടാൽ ഒരുത്തനുണ്ടാവില്ല നമ്മുടെ കൂടെ. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഭാര്യമാർ ഇവിടെയുണ്ട്, ഭർത്താക്കന്മാർ ഇവിടെയുണ്ട്. ഖുർആനും സുന്നത്തും പറഞ്ഞ നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു ഭർത്താവാകാൻ നമുക്ക് പറ്റണം. ഇന്നെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? എന്തിനാ കലഹിക്കുന്നത്? എന്തിനാ കോടതിയുമായിട്ട് കഴിച്ചു കൂട്ടുന്നത്? ഇസ്ലാമിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ല ദമ്പതികളാകണം. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളുടെ നല്ല സ്നേഹനിധികളായ മക്കളാകണം. നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്താ അറിയോ? ഉമ്മൻ്റെ ഉപ്പൻ്റെ തൃപ്തിയും സ്നേഹവുമാണ്. അള്ളാന്റെ തൃപ്തിയും അള്ളാന്റെ സ്നേഹവും മാതാപിതാക്കളുടെ തൃപ്തിയിലും സ്നേഹത്തിലുമാണ്. എനിക്കവൻ മതി, എനിക്കവൾ മതി, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് പോറ്റി വളർത്തിയ മാതാവിനെയും പിതാവിനെയും വിട്ടേച്ച് അന്യന്റെ കൂടെ ഓടിപ്പോകുന്ന ആളുകൾ മനസ്സിലാക്കുക, ആ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീരിന് കണക്ക് പറയാതെ നിനക്ക് ഈ ലോകത്തുനിന്ന് മടങ്ങാൻ കഴിയില്ല. സുഖിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇഷ്ടപ്പെട്ട നിന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ആദ്യ ദിനങ്ങൾ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷേ ഉമ്മൻ്റെ ഉപ്പൻ്റെ കണ്ണീരിന് കണക്ക് പറയാതെ ഈ മണ്ണിന്ന് നിന്നെ പടച്ചോ കൊണ്ടുപോല. അതുകൊണ്ട് ഉമ്മൻ്റെ ഉപ്പൻ്റെ കണ്ണീരൊരിക്കലും വാങ്ങരുത്. അവരെ പ്രീതിയും സ്നേഹവും വാങ്ങാൻ നമുക്ക് പറ്റണം. നല്ല മക്കളാകണം. രക്ഷിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കണം. അവരിൽ നന്മ കാണണം. അവരെ നന്മക്ക് പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് ദീൻ പഠിക്കാനുള്ള അവസരം. ട്യൂഷൻ, കുട്ടികളൊക്കെ ട്യൂഷൻ ഇറങ്ങിപ്പോവാ നട്ടപ്പാതിര നേരത്ത്. ഫുൾ A+ കിട്ടാൻ വേണ്ടിയാണ്. ഈ കുട്ടികൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കഞ്ചാവിൽ പെട്ടുപോകും, MDMA പെട്ടുപോകും, പ്രേമത്തിൽ പെട്ടുപോകും. പ്രേമത്തിന് മതമെന്തിന്, ജാതി എന്തിന്, ലിംഗമെന്തിന്, വർഗമെന്തിന്? ഇനി ജന്തുവിനോടാണ് പ്രേമമെങ്കിൽ അതിനോടും പ്രേമിച്ചോ എന്ന് പറയുന്ന കാലത്ത് ഇതൊരു അശ്ലീലമാണെന്നും പ്രേമമല്ല, പ്രേമം സമം സിന, വ്യഭിചാരമാണ് എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ, ദീന് പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്നേഹിച്ച് കൂടെ നടത്തി കൊണ്ട് നടന്ന്
നല്ല നിലക്ക് പാരൻറ്റിങ് നിർവഹിക്കാൻ സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും പറ്റണം. ഇടപെടുന്ന മേഖലയിലെല്ലാം ഖുർആനും സുന്നത്തും പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ക്രയവിക്രയത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഈ പ്രമാണത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവ് നമുക്ക് സ്വർഗപൂരിതമാകും, ഖബർ നമുക്ക് സമാധാനകരമാകും, പരലോകം നമ്മുടെ ആഘോഷത്തിൻ്റെ സുദിനമാകും. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഇത്രയും നേരത്തെ സമയം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദീനാഴത്തിൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈ കൂട്ടായ്മയെ സഹായിക്കുമാറാവട്ടെ. ഇതിൻ്റെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആയുരാരോഗ്യം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു ആളുകൾക്ക് ഹക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മെ എല്ലാവരെയും കാരണക്കാരാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു നൽകിയ ജീവിതത്തെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ, സ്വർഗം നേടിയെടുക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്. അള്ളാഹു എല്ലാവർക്കും ശിഫാവിന് ആജിൽ സമ്മാനിക്കട്ടെ. ഒരുപാട് പേർ മരണപ്പെട്ടു പോയി. അള്ളാഹു എല്ലാ വിശ്വാസികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته.